ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ശ്രീ രാധാ ഗോവിന്ദ ഇസ്കോൺ മംഗളൂരിന്റെ ലെവൽ 2 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ തദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുത പദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्तनमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामी भूतिनामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदोषकारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മൾ ഇന്നലെ 3-ാം അധ്യായം 22-ാം ശ്ലോകം വരെ ചെയ്തു. എല്ലാരും മ്യൂട്ട് ചെയ്യണേ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് 23-ാമത്തെ ശ്ലോകം. അപ്പൊ ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കി? അതായത് ലാസ്റ്റ് ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എനിക്ക് പാർത്ഥ 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. 3 ലോകങ്ങളിലും ഭഗവാൻ ഒന്നുമില്ല. ഭഗവാൻ പറയുന്നു ഭഗവാന് വേണ്ടതായിട്ടോ, അതായത് ഭഗവാൻ ഇല്ലാത്തതായിട്ടോ ആവശ്യമായിട്ടോ ഒന്നും തന്നെ ഇല്ല എന്ന് ഭഗവാൻ പറയുന്നു. എങ്കിലും ഭഗവാൻ എന്ത് ചെയ്യുന്നു? വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്കൊരു മാതൃകയാവാനാണ്. അത് ഭഗവാൻ ചെയ്തില്ലെങ്കിൽ, കാരണം ശ്രേഷ്ഠരായ, നമ്മൾ പറഞ്ഞു യദ്യദാചരതി ശ്രേഷ്ഠരായ വ്യക്തികൾ എന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ളവർ അനുസരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അത് ഭൂമിയിലേക്ക് അവതരിക്കുമ്പോഴും ഭഗവാൻ അത് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം എന്താ പറയുന്നത്. യദീയഹം ന വർത്തേയം ജാതു കർമ്മണ്യ തന്ത്രികഃ മമ വർത്തമാനുവർത്തന്തെ മനുഷ്യ പാർത്ഥ സർവശഃ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലയോ പാർത്ഥ, ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നു, ഇപ്പൊ എന്താ പറയുന്നത്? തന്റെ അവതാരം തന്നെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാകിയാൽ അദ്ദേഹം ആ നിബന്ധനകൾ അനുസരിച്ചു. ഭഗവാന്റെ അവതാരത്തിന്റെ കാരണങ്ങൾ എന്താണ്? എന്തിനാണ് ഭഗവാൻ അവതരിക്കുക? ഹരേ കൃഷ്ണ. എന്തിനാ? അധർമ്മം മുന്നിട്ട് നിൽക്കുന്ന ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ. അത് എപ്പോഴൊക്കെയാണെന്ന് നമ്മൾ പറയും. എപ്പോഴാന്ന് പറയുമ്പോൾ ധർമ്മം ക്ഷയിക്കുമ്പോൾ, അധർമ്മം തഴച്ചു വളരുമ്പോൾ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? 3 കാര്യങ്ങളില്ലേ? എന്തിനാ? 3 കാര്യങ്ങൾ പറയും. 3 കാര്യങ്ങളില്ലേ ഭഗവാൻ അവതരിക്കുന്നത്? എന്തിനാ? മുക്തി കൊടുക്കാൻ അല്ലല്ലോ. ഭഗവാൻ എന്തിനാ ആദ്യം അവതരിക്കുന്നത്? ഭക്തന്മാരെ സംരക്ഷിക്കാൻ, പിന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ, പിന്നെ 3-ാമത്തേത് എന്താണ്? ധർമ്മത്തെ സ്ഥാപിക്കാൻ. അപ്പൊ ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഇത് നമ്മൾ മറക്കരുത്. കാരണം ഭഗവാൻ അവതരിക്കുമ്പോൾ ഒരു കാരണം ഉണ്ടല്ലേ? ഭഗവാൻ അവതരിക്കാനുള്ള കാരണങ്ങളാണ്. ആദ്യം എന്താണ്? ഭഗവാൻ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളത് 2-ാമത്തെ കാര്യം. പക്ഷെ ഭഗവാൻ ആദ്യം അവതരിക്കുന്നത് എന്താണ്? ഭക്തന്മാരെ സംരക്ഷിക്കുക എന്നല്ല, ഭക്തന്മാരെ രക്ഷിക്കാനാണ് ഭഗവാൻ ആദ്യം അവതരിക്കുന്നത്. അപ്പൊ 2-ാമത്തേത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, തന്റെ അവതാരം തന്നെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാകിയാൽ അദ്ദേഹം ആ നിബന്ധനകൾ അനുസരിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവോത്കൃഷ്ടമായ ആധികാരികത്വം ഓർത്ത് സാധാരണ ജനങ്ങളെല്ലാം അവിടുത്തെ പിന്തുടരും. അതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ അത് ചെയ്തില്ലെങ്കിൽ എന്താണ്? മറ്റുള്ളവരും അതേപോലെ അനുസരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ വരുമ്പോഴൊക്കെ മാതൃകയായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കാണ്. ഉത്സിതേയുരിമേ ലോകാ നാകുര്യം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാഃ.
ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും, അനാവശ്യമായ പെരുപ്പത്തിന് അത് കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല. അത് ഒരു മനുഷ്യന് അസാധ്യമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം, പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും അനുകരിക്കാൻ പാടില്ല. രണ്ട് കാര്യങ്ങളുണ്ട് എപ്പോഴും: അനുസരണ, അനുകരണ എന്ന് നമ്മൾ പറയും. അപ്പൊ അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ അനുസരിക്കുക, ഫോളോ ചെയ്യുക. പക്ഷെ ഭഗവാനെ അനുകരിക്കാൻ പാടില്ല. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുക. ഭഗവാനെ നമ്മൾ അനുകരിക്കുക വിചാരിച്ചാലും നമുക്ക് പറ്റുമോ? അത് നമുക്ക് പറ്റില്ല. എന്താണ്? ഭഗവാൻ ഒരുപാട് അവതരിക്കുമ്പോൾ ഒരുപാട് ലീലകൾ കാണിക്കും അല്ലെ? ഭഗവാൻ ഒരുപാട് ലീലകൾ കാണിക്കും. അതിലൊന്നാണ് ഗോവർദ്ധന പർവ്വതം. 7 വയസ്സുള്ളപ്പോ ഭഗവാന്റെ ആ ഇടത് കൈയിൽ നിന്ന് ആ ചെറു വിരൽ കൊണ്ടുവേണം ഭഗവാൻ എന്താ പറയാ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചത്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കണം, അനുകരിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, ജനപെരുപ്പത്തിന് അത് കാരണമാകും. എന്തായിരിക്കും? അതായത് അനാവശ്യമായ ജനപെരുപ്പത്തിന് കാരണമാകും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഭഗവാൻ എന്ന് വെച്ചാല്, അതായത് ഭഗവാൻ എന്താണ്? ലോകത്തിന് മാതൃകയെ ആക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് ഭഗവാൻ പറയുന്നത്? ഇവിടെ ഭൗതികമായിട്ട് ലോകമെല്ലാം നശിച്ചു പോകുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ധർമ്മം ക്ഷയിക്കും, ആളുകൾ കർത്തവ്യം ഉപേക്ഷിക്കും. ഭഗവാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ്? ആളുകൾ ഭഗവാനെ അനുസരിക്കാൻ തുടങ്ങും, അപ്പോൾ ഭഗവാന്റെ അനുകരിക്കാൻ തുടങ്ങും. അപ്പൊ എന്താണ്? ധർമ്മം ക്ഷയിക്കും, ആളുകൾ കർത്തവ്യബോധം മറക്കും, ഉപേക്ഷിക്കും. സമൂഹത്തിൽ അരാജകത്വം, അതായത് നിയമവും ക്രമവും ഒക്കെ എന്താ പറയാ സമാധാന ക്രമമൊന്നും ഇല്ലാതാകും. പിന്നെ വർണ്ണാശ്രമധർമ്മം, നമ്മൾ പറയില്ലേ വർണ്ണാശ്രമധർമ്മം എല്ലാം തകരും. അങ്ങനെ എന്താണ്? അതുവഴി വർണ്ണസങ്കര, വർണ്ണാശ്രമധർമ്മം തകർന്നു കഴിഞ്ഞാല് എന്താ പറയാ നമ്മൾ പറയും വർണ്ണസങ്കര, അനാവശ്യമായിട്ടുള്ള സന്തതികൾ ജനിക്കും. ഇതൊക്കെയാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? അർജുനൻ ക്ഷത്രിയനായിട്ട് യുദ്ധം ചെയ്യണം. ഇനിയിപ്പോ അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് വെക്കുമ്പോ, അല്ലെങ്കിൽ യുദ്ധം ഉപേക്ഷിക്കുമ്പോഴാണ് അവിടെ അവൻ എന്താ പറയാ മറ്റുള്ളവർക്ക് തെറ്റായ ഒരു മാതൃകയാകുന്നത്. ആര്? അർജുനൻ. അപ്പോ ശരിയായ മാതൃകയാവണമെങ്കിൽ എന്താണ്? ധർമ്മം അനുസൃതമായിട്ടുള്ള ആ യുദ്ധം അർജുനൻ ചെയ്യണം. അതാണ് പറയുന്നത് ഭഗവാൻ ഇവിടെ. സക്ത കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ് തഥാ അസക്ത ശികീഷു ലോക സംഗ്രഹം. അറിവില്ലാത്തവര് ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. ഇവിടെ ഭഗവാൻ പറയുന്നു, കൃഷ്ണാവബോധമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. കൃഷ്ണാവബോധമുള്ളവനും അതില്ലാത്തവനും വ്യത്യാസം എന്താണ്? ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ്. ബാക്കി കർമ്മങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. കൃഷ്ണാവബോധത്തിലുള്ളവനും കർമ്മം ചെയ്യുന്നുണ്ട്, അല്ലാത്തവനും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വ്യത്യാസം ഇവിടെ പറയുന്നത്, അതായത് ആ ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ് വ്യത്യാസം പറയുന്നത്. അപ്പൊ അഗ്നർ കർമ്മം ചെയ്യുന്നത് സ്വന്തം ഇന്ദ്രിയ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഭക്തൻ എന്താണ്? ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അതാ വ്യത്യാസം. അതായത് നമ്മുടെ ഇന്ദ്രിയനാഥനായ ഋഷികേശന് വേണ്ടിയിട്ടാണ് ഭക്തന്മാർ കർമ്മം ചെയ്യുന്നത്. അവർക്ക് ആ ബോധം ഉണ്ടായിരിക്കും, ആ കർമ്മഫലത്തിൽ അവർ ആസക്തി ഉണ്ടാവില്ല. കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു ധാരണയിൽ അവർ ചെയ്യുന്നത് ഇത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു ബോധം അവർക്ക് ഉണ്ടായിരിക്കും. അവർക്ക് ഭക്തന്മാർക്ക്. അല്ലാത്തവരെങ്ങനെയാണ്? അവർ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുക. ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ് ആ വ്യത്യാസം ഉണ്ടായിരിക്കുക എന്ന് ഭഗവാൻ പറയുന്നത്. അതാണ്. അപ്പൊ കർമ്മം ചെയ്യുന്ന 2 വിഭാഗങ്ങളാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്താണ്? ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ അജ്ഞാനി, അതായത് അവിദ്വാൻ. നമ്മൾ എന്ത് പറയും? അജ്ഞാനി എന്ന് പറയുമ്പോൾ അവിദ്വാൻ എന്ന് പറയും. അപ്പൊ അവർ ഏത് ബോധത്തിലാണ്? ഞാൻ ഈ ശരീരമാണെന്ന് കരുതും. ഞാൻ ഈ കാണുന്ന ശരീരമാണ്. മിഥ്യാഹംഭാവം. അതാണ് അവർക്ക്. കർമ്മഫലം ആഗ്രഹിക്കുന്നു. ധനം വേണം അവർക്ക്, ധനം സമ്പാദിക്കണം, പേരും പ്രശസ്തിയും അതെല്ലാം വേണം അവർക്ക്. എന്താണ്? അത് ശരീരബോധത്തിൽ അവർ അജ്ഞാനി അല്ലെങ്കിൽ അവിദ്വാൻ എന്ന് പറയും. പിന്നെ ജ്ഞാനി എന്ന് പറയുമ്പോൾ എന്താണ്? വിദ്വാൻ. അതാണ് ഭക്തന്മാർ. അവർ ജ്ഞാനം ഉണ്ടായിരിക്കും. അവര് താൻ കൃഷ്ണന്റെ ദാസൻ എന്നുള്ള ആ ഒരു ബോധത്തിലാണ് അവർ. കാരണം നമ്മൾ ജീവേര സ്വരൂപം എന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ നിത്യദാസനാണ്. അപ്പൊ ആ ഒരു ബോധം ആർക്കുണ്ടായിരിക്കും? വിദ്വാനുണ്ടായിരിക്കും, ജ്ഞാനി ആയിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ട്. അപ്പൊ അവൻ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? ജ്ഞാനി അല്ലെങ്കിൽ ഭക്തൻ എങ്ങനെ കർമ്മം ചെയ്യുന്നത്? തന്റെ ഒരു കർത്തവ്യം എന്ന ആ ബോധത്തോടെ ഭഗവാന്റെ പ്രീത്യർത്ഥം, അതായത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കർമ്മം ചെയ്യുന്നത്. അപ്പോ ഒരിക്കലും അദ്ദേഹത്തിന് കർമ്മത്തിലോ കർമ്മത്തിന്റെ ഫലത്തിലോ ആസക്തി ഉണ്ടാകില്ല. അതാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തില്. न बुद्धिभेदं जनयेत् अज्ञानं कर्म संगिनां जोषयेत् कर्माणि विद्वानुक्तः समाचरन्
ഇവിടെ എന്താ പറയുന്നത്? വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്ന് വിലക്കാൻ പാടില്ല. അപ്പൊ ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിന്റെ ക്രമേണയുള്ള പുരോഗമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. നമ്മൾ ഒറ്റയടിക്ക് ഇപ്പോ ഒരാൾ കർമ്മം കർമ്മം ചെയ്യുന്നതിൽ താല്പര്യമുണ്ട്, പക്ഷെ അവരെ നമ്മൾ ഒറ്റയടിക്ക് പോയി പറയാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, കർമ്മം ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും നമ്മൾ ഉപദേശിക്കാൻ പാടില്ല. അതായത് അവരെന്താണ്, അജ്ഞാനിയുടെ ആ ബുദ്ധിയിൽ ആശയക്കുഴപ്പം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരു അജ്ഞാനി അല്ലെങ്കിൽ അവിദ്വാൻ എന്ന് പറയുമ്പോൾ അവരൊരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഒരു നിർദ്ദിഷ്ടമായ ഒരു വിശ്വാസത്തിൽ നീങ്ങുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ചെന്ന് അവരോട് പറയാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കൃഷ്ണാവബോധത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നത്, അപ്പൊ കുഴപ്പത്തിലായിരിക്കും അവര്. അപ്പൊ അതങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ മെല്ലെ നമ്മൾ ഈ ഭഗവത് ഭക്തി, അതായത് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ്? അത് ക്രമേണ, അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കർത്തവ്യം ഉപേക്ഷിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കാൻ പാടില്ല. അതാണ് പറയുന്നത്. നമ്മൾ ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു വിദ്വാൻ കൃഷ്ണ ഭക്തൻ എങ്ങനെയാണ് ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കണം. അതാണ് ഇപ്പൊ ഒരു കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ആളുടെ ആ മാറ്റങ്ങൾ, അതീന്ദ്രിയ അവസ്ഥയിൽ അദ്ദേഹം നിന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ആ കർമ്മത്തിന്റെ ഫലങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ മനസമാധാനവും അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റവും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ മാറ്റങ്ങളും അതെല്ലാം കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായി. അങ്ങനെയാണ് മെല്ലെ അവർ ഇങ്ങോട്ട് വരിക. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് അവരെ ചെന്നിട്ട് കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല. കാരണം അവർ കർമ്മം ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിൽ അവർ നീങ്ങാണ്, അതിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പോ കൃഷ്ണപ്രീത്യർത്ഥം ചെയ്യണം എന്നുള്ളത് നമ്മൾ എങ്ങനെ ക്രമേണ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ആരെ? ഈ എന്താ പറയാ അവിദ്യയിൽ, അതായത് എന്താ പറയാ അജ്ഞാനി അല്ലെങ്കിൽ അവിദ്വാൻ എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ മെല്ലെയാണ് എല്ലാം ക്രമേണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരെ നമ്മൾ പ്രേരിപ്പിക്കണം. എന്താണ്? കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ അവരെ മെല്ലെ പ്രേരിപ്പിക്കണം. മൂഢന്റെ പ്രവൃത്തിയെ തടയേണ്ടതില്ല. മൂഢൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനി അല്ലെങ്കിൽ അവിദ്വാൻ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് തടയേണ്ട ആവശ്യമില്ല. കുറച്ചെങ്കിലും കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് മറ്റു വൈദിക നിബന്ധനകളെ കാത്തിരിക്കാതെ നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാം. അതായത് നമുക്ക് കുറച്ചെങ്കിലും, അതായത് എങ്ങനെയൊക്കെ ഈ കുറച്ചെങ്കിലും നമുക്ക് കൃഷ്ണാവബോധം കിട്ടുക? ഭക്തന്മാരുടെ സംഘത്തിൽ നിന്ന് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നതോടെ നമുക്ക് എന്താണ്, കുറച്ചെങ്കിലും നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ എന്താണ്, നമുക്ക് മെല്ലെ മെല്ലെ വൈദിക നിബന്ധനകളെ കാത്തിരിക്കാതെ, നമുക്കൊന്നും കാത്തിരിക്കുക. കാരണം നമുക്ക് വേദങ്ങൾ പറയുന്നത് എന്താണ്, ഭഗവാനിലേക്കാണ് വേദങ്ങൾ എത്തുന്നത്. പക്ഷെ നമുക്ക് വേദാനുസൃതമായിട്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യണ്ടെങ്കിലും നമ്മൾ മെല്ലെ കൃഷ്ണാവബോധം മനസ്സിലാക്കി മെല്ലെ മെല്ലെ ഇപ്പൊ ജപം ചെയ്യുക, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോൾ എന്താണ്, ആ വേദ നിബന്ധനകളെ കാത്തിരിക്കാതെ തന്നെ നമുക്ക് നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ പറ്റും. നമ്മൾ വേദങ്ങളെല്ലാം അനുസരിച്ച് അതേപോലെ ചെയ്യണമെന്നില്ല. നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലായോ, കുറച്ചെങ്കിലും മനസ്സിലായെങ്കിൽ നമ്മൾ നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാം. അതാണ് ഈ നാമജപവും നമ്മൾ ഭഗവാന്റെ കുറിച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ. കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് മൂലം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താ പറയാ, കിട്ടാവുന്ന ഫലങ്ങളെല്ലാം നേരിട്ട് സിദ്ധിക്കുന്നതാണ്. അപ്പൊ കൃഷ്ണാവബോധം സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക? നമുക്കിപ്പോ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു, വർണ്ണാശ്രമ ധർമ്മം. എന്താണ് ഈ വർണ്ണാശ്രമ ധർമ്മം? അപ്പോ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ ചെയ്യണം. പക്ഷെ നമുക്ക് എന്താണ്, വിധിക്കപ്പെട്ട ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? കൃഷ്ണാവബോധം സ്വീകരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് കിട്ടും. കാരണം എന്താണ്, ആ വർണ്ണാശ്രമ ധർമ്മം നമ്മളെ എവിടേക്കാണ് നയിക്കേണ്ടത്? അവസാനം കൃഷ്ണാവബോധത്തിലേക്ക് തന്നെയാണ് നയിക്കേണ്ടത്. പക്ഷെ നമുക്കത് ഭക്തജന സംസർഗത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ഭക്തന്മാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ആ സുഹൃതി കൊണ്ട് നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രായോഗികമാക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉടനടി അത് സ്വീകരിക്കുക. കാരണം എന്താണ്, നമ്മൾ വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുമ്പോൾ എന്ത് കിട്ടോ ആ ഫലങ്ങളെല്ലാം നമുക്ക് ഈ കൃഷ്ണാവബോധത്തിൽ നേരിട്ട് സിദ്ധിക്കുന്നതാണെന്ന് പറയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഇവിടുത്തെ ഈ അധ്യായത്തില് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവശഃ അഹങ്കാരാ വിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ ചെയ്യുന്നത്. ഇവിടെ അതാ പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ ഏതാണ്? നമുക്ക് ചിത്രത്തിൽ കാണാം. സത്വ, രജോ, തമ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഈ പ്രകൃതിയിലെ ഈ 3 ഗുണങ്ങൾ സൃഷ്ടിച്ചതാരാണ്? ഭഗവാനാണ്. അതാണ് ഭഗവാന്റെ മായാശക്തി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മിഥ്യ അഹങ്കാരം എന്താണ്? നമ്മൾ ശരിയായ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാന്റെ ദാസൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അഹങ്കാരം. പക്ഷെ മിഥ്യ അഹങ്കാരം ഫാൾസ് ഐഡന്റിഫിക്കേഷൻ ആണ്. അതായത് തെറ്റായ അഹങ്കാരം ഏതാണ്? ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഒരു സ്ത്രീയാണ്, ഞാൻ ഒരു പുരുഷനാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റായ അഹങ്കാരമാണ്. ബേസിക്കലി നമ്മൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാന്റെ സേവകരാണ് നമ്മൾ. അത് മറന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോ ചിന്തിക്കും,
നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്. എന്തൊരു വിജയം നേടിയാലും, നമ്മൾ എന്തെങ്കിലും ധനപ്രാപ്തി ഉണ്ടായാലും അപ്പൊ നമ്മൾ നമ്മുടെ കഴിവിനെയാണ് വിശ്വസിക്കുക. അപ്പൊ അതാണ് തെറ്റായ അഹങ്കാരം. അപ്പൊ അതിവിടെ പറയുന്നത് എന്താണ്? ഗുണങ്ങളാണ്, ഭഗവാന്റെ പ്രകൃതിയിലെ ഗുണങ്ങൾ. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഗുണത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ ഓരോ ഗുണത്തിലും നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കർമ്മങ്ങളും. നമ്മൾ സത്വഗുണത്തിലാണ് നമ്മുടെ വിശ്വാസം രൂപപ്പെടുന്നതെങ്കിൽ നമ്മുടെ സത്വഗുണത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും. അല്ല, നമ്മൾ തമോ ഗുണത്തിലാണ് നമ്മുടെ വിശ്വാസം രൂപപ്പെടുന്നെങ്കിൽ നമ്മൾ തമോ ഗുണത്തിലെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് നമ്മുടെ ശരീരമായാലും നമ്മുടെ മനസ്സായാലും നമ്മുടെ ഇന്ദ്രിയങ്ങളായാലും ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഈ 3 ഗുണങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കും ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന്. പക്ഷെ ഈ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയ വിഷയങ്ങളെ കാണുന്നു, ഇന്ദ്രിയ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, അത് മനസ്സിലാക്കുന്നു. എന്നിട്ട് മനസ്സ് ചിന്തിക്കുന്നു, മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ശരീരം പ്രവർത്തിക്കുന്നു, കർമ്മേന്ദ്രിയങ്ങൾ ഉൾക്കൊണ്ട് ആ ശരീരം എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പക്ഷെ ഇതിനൊക്കെ കാരണം ആരാണ്? ആ 3 ഗുണങ്ങളാണ്. അപ്പൊ 3 ഗുണങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്നിവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾ അഹങ്കാര വിമൂഢാത്മാ, ഏറെ കാലമായി ഇന്ദ്രിയങ്ങളെ സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തി പോകുന്നതിനാൽ എന്താണ്? മനുഷ്യൻ അഹങ്കാരത്താൽ വ്യാമോഹിതനായി കൃഷ്ണനും താനുമായുള്ള ആ ശാശ്വത ബന്ധം മറന്നുപോയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ്? ശാശ്വതമായ ബന്ധമാണ്. കാരണം ഭഗവാന്റെ അംശമായതുകൊണ്ട് എന്താണ്? നമ്മൾ സത് ചിത് ആനന്ദ എന്ന് പറയും. നമ്മൾ എന്താണ്? സച്ചിദാനന്ദാണ്. ഭഗവാൻ എന്താണ്? സച്ചിദാനന്ദ വിഗ്രഹം. അപ്പൊ ഭഗവാൻ സച്ചിദാനന്ദ ആണെങ്കിൽ നമ്മൾ എന്താണ്? ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളും സച്ചിദാനന്ദമാണ്. പക്ഷെ നമ്മൾ എന്താണ്? അത് മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഇവിടെ മറന്നുപോയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ 3 ഗുണങ്ങളുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ നമ്മൾ ശാശ്വതമായ ഭഗവാന്റെയും നമ്മുടെ ആ ബന്ധത്തെ മറന്നു പോവാണ്. എന്താണ് ബന്ധം? അതാണ് നമ്മൾ പറഞ്ഞത് ജീവസ്യ തത്വ ജിജ്ഞാസ. എന്താണ് ജീവസ്യ? തത്വോ ബ്രഹ്മ ജിജ്ഞാസ, അല്ലെങ്കിൽ ജീവസ്യ തത്വ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്താണ് ബന്ധം, ആ ശാശ്വത ബന്ധത്തെ മനസ്സിലാക്കണം നമ്മൾ. പക്ഷെ അത് നമ്മളിവിടെ 3 ഗുണത്തിൽ നിൽക്കുമ്പോ എന്താണ്? അത് മറന്നുപോകും. അത് മറന്നുപോയി എന്താണ്? ഞാൻ എന്റെ എനിക്ക് എന്നുള്ള ആ ഭാവം വരും. അപ്പൊ ഋഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങൾക്ക് അധിപതിയായ അധിപതിയാരാണ്? ഭഗവാൻ എന്നും അവൻ ഓർക്കുന്നില്ല. നമ്മളിപ്പോ അത് മറക്കാൻ പാടില്ല. ഋഷികേശൻ ആരാണ്? ഭഗവാനാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. പക്ഷെ നമ്മൾ എന്താണ്? ഈ ഗുണത്തിന്റെ സമ്പർക്കത്തിൽ. ഈ ഗുണങ്ങൾ എവിടെയാണ്? ഭഗവാന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം അവര് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കില്ല. അവർക്ക് എന്താണ്? മായാശക്തി. നമ്മൾ പറഞ്ഞു ഭഗവാന്റെ മായാശക്തി. കൃഷ്ണൻ പറയുന്നുണ്ട് 10-ാം അധ്യായത്തില്, മയ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരഃ. എന്റെ അധീനതയിലാണ് മായാശക്തി. അപ്പൊ ഞാൻ നിർദ്ദേശം എന്താണോ നൽകുന്നത് അതനുസരിച്ചാണ് മായാശക്തി പോലും പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. എല്ലാം ഞാനാണ് എന്നുള്ള ആ അഹംഭാവം നമുക്ക് വരികയാണ്. അതാണ് ഇവിടെ പറയുന്നത്. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജത്തെ. പരമസത്യം ഗ്രഹിച്ച ഒരാള് ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്കു വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയാണ്, അതായത് ആരാണ് പരമസത്യം മനസ്സിലാക്കുക? ഗ്രഹിച്ച ഒരാള് ഭരിതമായ പ്രവൃത്തിയും, പിന്നെ ഭക്തിഭരിതമായ പ്രവൃത്തിയാണ് അയാൾ ഏർപ്പെടുന്നത്. പിന്നെ എന്താണ്? ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും. അതായത് ഭക്തിയുത സേവനം, അതായത് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്താ എന്നും കർമ്മം ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ പ്രവർത്തനം എന്താ എന്നുള്ളൂ, ആ രണ്ടിലും തമ്മിലുള്ള ആ വ്യത്യാസം തിരിച്ചറിയുന്നു ആര്? ഈ ഒരു പരമസത്യത്തെ ഗ്രഹിച്ച്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജ്ഞാനം വളരെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ജ്ഞാനം വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ വേർതിരിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കില്ല. നമുക്കറിയാം ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് 5 ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് എന്താണ്? ആ ഭോഗങ്ങളിലൊന്നും വ്യാപരിക്കില്ല. കാരണം എന്താണ്? നമുക്ക് ജ്ഞാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്തിയുത സേവനമാണ് നമ്മൾ അനുഷ്ഠിക്കുക. അല്ലാതെ നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളല്ല അനുഷ്ഠിക്കുക. പരമസത്യത്തെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ അറിയുന്നവനെ ശ്രീമദ് ഭാഗവതം എന്താ പറയുന്നത്? തത്വവിത്ത് എന്ന് വിളിക്കുന്നു. അപ്പൊ തത്വവിത്ത് എന്ന് പറഞ്ഞ ആരാണ്? തത്വം എന്ന് പറഞ്ഞ എന്താണ്? ആ ഫിലോസഫി, അല്ലെങ്കിൽ ആ തത്വം മനസ്സിലാക്കിയോ? എന്താണ് തത്വം? അതായത് പരമസത്യം ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാനെ 3 രീതിയിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവൻ. അതായത് പരമസത്യത്തെ നമുക്ക് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും 3 ഭാവങ്ങളിൽ അറിയുന്നവൻ. അതായത് ഫസ്റ്റ് നമുക്ക് എന്താണ്? ഭഗവാനെ ആ ബ്രഹ്മം, ഭഗവാന്റെ ആ ശരീരത്തിൽ നിന്ന് വരുന്ന ആ തേജസ്, ആ ഒരു ജ്യോതി. പിന്നെന്താണ്? ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന
ആ ഒരു പരമാത്മാവായിട്ടുള്ള രൂപം. പിന്നെ ഭഗവാൻ, ആ ഇരു കൈകളോട് കൂടിയ ഭഗവാന്റെ സച്ചിദാനന്ദ ശ്യാമസുന്ദരമായ ആ രൂപം എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ അറിയുന്നവൻ എന്താണ്? തത്വവിത്താണ്. ഇത് ശ്രീമദ് ഭാഗവതം പറയുന്ന പരമപുരുഷനുമായി തന്റെ ബന്ധത്തെക്കുറിച്ചുള്ള വാസ്തവിക അവസ്ഥ അയാൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഭഗവാനുമായിട്ടുള്ള, പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ടുള്ള തന്റെ ബന്ധം എന്താണ്? ഭഗവാൻ യജമാനനാണ്, ഞാനൊരു സേവകനാണ്. ഈ വാസ്തവികാവസ്ഥ അദ്ദേഹത്തിന് നല്ലതുപോലെ അറിഞ്ഞിരിക്കും. ആർക്ക്? ഈ 3 കാര്യങ്ങളും മനസ്സിലായ ഒരു വ്യക്തിക്ക്. അതാണ് തത്വവിത്ത് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ എന്താ പറയുന്നത്? 29 ശ്ലോകത്തില് പ്രകൃതേർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താൻ കൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവിന്നാ വിചാലയേ. ഇവിടെ പറയുന്നു പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഭൗതിക പ്രപഞ്ചത്തിന്റെ ആ 3 ഗുണങ്ങളിൽ, ആ മായാശക്തിയിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അജ്ഞാനികളാണ്. അപ്പോൾ നമുക്ക് ജ്ഞാനമില്ല, ശരിയായ ജ്ഞാനമില്ല. കാരണം അത് നമ്മുടെ ജ്ഞാനത്തെ കവർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എന്താ ചെയ്യുക? ഭൗതിക കർമ്മങ്ങളിൽ നമ്മുടെ ആ മനസ്സും ബുദ്ധിയൊക്കെ നമ്മൾ വ്യാപൃതരാക്കുന്നു. അപ്പൊ തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ബുദ്ധിയും മനസ്സും എല്ലാം പ്രാപഞ്ചിക സുഖത്തിൽ, വൈഷയിക സുഖത്തിലായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ എന്താണ്? അതിൽ തന്നെ നമ്മുടെ ആസക്തി ഉണ്ടായിരിക്കും. അറിവില്ലായ്മ കൊണ്ട് അധമരായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിക്ഷുബ്ധരാകരുത്. അവരെ അഭിജ്ഞന്മാര് വിക്ഷുബ്ധരാക്കരുത്. അതായത് എല്ലാം അറിഞ്ഞ ഒരു വ്യക്തി, അവരെ ഒരിക്കലും നമ്മൾ എന്താ പറയാ, ആ ഒരു ആശയക്കുഴപ്പത്തിൽ നമ്മൾ ആക്കാൻ പാടില്ല. കാരണം എന്താണ്? അവർക്കറിയില്ല. അവർക്ക് എന്താണ്? അജ്ഞാനം മൂലം അവർക്ക് ശാരീരിക ബോധത്തോടാണ് അവർ അത്യന്തം ആകൃഷ്ടനായ വ്യക്തികളാണ്. അവർക്ക് അജ്ഞാനം മൂലം ശാരീരിക ബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവര്. ഞാനൊരു ശരീരമല്ല, ഞാനൊരു ആത്മാവാണെന്നുള്ള അത് അവർക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. കാരണം അവർക്ക് ജ്ഞാനമില്ല. അപ്പൊ അവരെന്താണ്? ഈ ഭൗതികമായിട്ടുള്ള ധനസമ്പാദ്യം, എനിക്ക് പേരും അല്ലെങ്കിൽ പ്രശസ്തി കിട്ടണം, ഇങ്ങനെയുള്ള ആ സ്ഥാനമാനങ്ങൾ, ഇതിൽ മാത്രമാണ് അവർ ആകൃഷ്ടരാകുന്നത്. അപ്പൊ ഒരാൾ മന്ദൻ അല്ലെങ്കിൽ മന്ദബുദ്ധി എന്താണ്? അങ്ങനെയുള്ള ആൾക്കാര് മന്ദബുദ്ധി അഥവാ ആത്മാവിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരു അലസൻ എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിക്ഷുബ്ധരാക്കരുത്. ആര്? അഭിജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനമുള്ളവർ അവരെ ഒന്നും എന്താ പറയാ, അതായത് ആശയക്കുഴപ്പത്തിലാക്കാൻ പാടില്ല എന്ന്. കൃത്സ്നവിൻ ഇവിടെ പറയുന്നു. കൃത്സ്നവിൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ജ്ഞാനമുള്ള ഒരു ഭക്തൻ. അതാണ് അഭിജ്ഞ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ഭഗവാനെ കുറിച്ചുള്ള സമ്പൂർണ്ണ ജ്ഞാനമുള്ള ഒരു ഭക്തൻ. എന്താണ്? അവരെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പരിഹസിക്കുകയോ അവരെ എന്താണ് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് അവരെ പറഞ്ഞു അവരെ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും. അവർക്ക് സത്വഗുണത്തിലോ തമോ ഗുണത്തിലോ അല്ലെങ്കിൽ രജോ ഗുണത്തിലോ ഒരു പർട്ടിക്കുലർ വിശ്വാസം ഉണ്ടായിരിക്കും. ആ വിശ്വാസത്തിനനുസരിച്ചാണ് അവര് കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവരെ നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ തെറ്റാണ് എന്നും പറഞ്ഞ് അവരെ പരിഹസിക്കുക, അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അവരുടെ നിലവാരത്തിൽ നിന്ന് അവർ ഏത് അവസ്ഥയിലാണോ അവർ നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്ക് അവരെ എങ്ങനെ കൊണ്ടുവരണം? മെല്ലെ മെല്ലെ സാവധാനമായി നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ അവർ ഒറ്റയടിക്ക് നമ്മൾ അവരെ തെറ്റെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ അവരെ ക്രമേണ നമ്മൾ അവരെ ഉയർത്തണം. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ അവർക്ക് കൺഫ്യൂഷൻ ആക്കി കൊടുക്കാൻ പാടില്ല. അതാണ് പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ 3:30 ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു കർമ്മം എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്. കാരണം കർമ്മയോഗമാണുള്ളത്. അപ്പൊ മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മ ചേതസാ നിരാശിർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. ഇവിടെ വീണ്ടും പറയുന്നു ഭഗവാൻ. അതായത് അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങൾ പറയാണ്. ഇത് കർമ്മയോഗത്തിന്റെ സാരാംശമാണ്. നമുക്ക് ഈ അധ്യായം ഉണ്ടല്ലോ കർമ്മയോഗം, ഇതിന്റെ കംപ്ലീറ്റ് സാരാംശമാണ് ഭഗവാൻ ഈ 30ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. എന്താണ് അതിൽ പറയുന്നത് ഭഗവാൻ? അതിൽ ഭഗവാൻ പറയുന്നു, അതുകൊണ്ടല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭ ഇച്ഛ കൂടാതെ ഉടമസ്ഥാവകാശ ബോധം ഇല്ലാതെ അലസത കൂടാതെ യുദ്ധം ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് കർമ്മയോഗം എന്ന് പറയുമ്പോൾ. ഭഗവാൻ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് നമ്മള്? അപ്പൊ ഇവിടെ 5 കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ആദ്യത്തെ കാര്യം? എന്താണ്? എല്ലാ കർമ്മങ്ങളും എനിക്ക് സമർപ്പിക്കുക. ഫസ്റ്റ് കാര്യം പറയുന്നു ഭഗവാൻ, എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേ? പൂർണ്ണ ജ്ഞാനത്തോടെ, അതായത് ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ്? ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സേവകനാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ പൂർണ്ണ ജ്ഞാനത്തോടെ കൃഷ്ണന്റെ നിത്യദാസൻ എന്നുള്ള ബോധമാണ് പൂർണ്ണജ്ഞാനം. പിന്നെ മൂന്നാമത്തെ എന്താണ്? ലാഭ ഇച്ഛ കൂടാതെ. ഇതെനിക്ക് ഞാൻ ചെയ്യുമ്പോൾ കർമ്മം
എനിക്ക് ലാഭമുണ്ടാകോ അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകോ, ആ ലാഭ ഇച്ഛ കൂടാതെ, ആ ഇച്ഛയൊന്നും പാടില്ല. അതായത് സ്വാർത്ഥമായിട്ടുള്ള ഒരു അപേക്ഷ നമുക്ക് ഉണ്ടാവില്ല, അതിൽ നിന്ന് ഫലാപേക്ഷ ഉണ്ടാവാൻ പാടില്ല. അതാണ് പറഞ്ഞത്, സ്വാർത്ഥമായിട്ടുള്ള അപേക്ഷ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഉടമസ്ഥ അവകാശ ബോധമില്ലാതെ, നാലാമത്തെ കാര്യം ഉടമസ്ഥ അവകാശ ബോധം. അതായത് ഞാൻ ചെയ്തു, ഇത് എനിക്ക് ഞാൻ കാരണമാണ്, എന്റെ കഴിവ് കൊണ്ടുണ്ടായതാണ്, അങ്ങനെയുള്ള ആ ഒരു രീതി. അതായത് എന്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്തു, എന്റെ കഴിവ് കൊണ്ട് ഞാൻ ചെയ്തു, എനിക്ക് ഇത്രയും സമ്പത്തുള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ അത് പാടില്ല. അത് ഉടമസ്ഥാവകാശം. കാരണം എന്താണ്, ഈ കാണുന്നത് മുഴുവനും ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ചാ ജഗത്യാം ജഗത്, അതായത് കാണുന്നത് മുഴുവനും ഈശാവാസ്യം ഭഗവാന്റെയാണ്. അപ്പൊ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പങ്ക് തന്നിട്ടുണ്ട്, അതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആവണം, നമ്മൾ സന്തുഷ്ടരായിരിക്കണം. അപ്പൊ ഉടമസ്ഥ അവകാശ ബോധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നാലാമത്തെ കാര്യം. അടുത്തത് എന്താ പറഞ്ഞത്, ജ്വരഹ വിഗത ജ്വരഹ. അതെന്താ പറയുന്നത്, വിഗത ജ്വരം എന്ന് പറഞ്ഞാൽ പനിയല്ല, സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ഭൗതികമായിട്ടുള്ള പനിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മാനസിക വ്യാകുലത. വിഗത ജ്വര, അതായത് ജ്വരം കൂടാതെ എന്താണത്, മാനസിക വ്യാകുലത, ഭയം, സംശയം, വിഷാദം, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഇതൊക്കെ, ഈ ആശങ്കകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ വിട്ടു നിന്ന് നമ്മൾ ധർമ്മം നിർവഹിക്കണം. ഭഗവാൻ അതാ പറയുന്നത്, ഇതെല്ലാം ഇല്ലാതെ ഈ ജ്വരം അതായത് വ്യാകുലത ഇല്ലാണ്ട്, ഭയമില്ലാതെ, ആശങ്കയില്ലാതെ, വിഷാദമില്ലാതെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താണ്, നമ്മുടെ ധർമ്മം നമ്മൾ നിർവഹിക്കുക. ഇങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്. അപ്പൊ ഈ അധ്യായം എന്താണ്, കർമ്മയോഗം. കർമ്മം എങ്ങനെ ചെയ്യണം, 5 കാര്യങ്ങൾ. എല്ലാ കർമ്മം ഭഗവാനെ സമർപ്പിക്കണം, പൂർണ്ണജ്ഞാനത്തോടെ ചെയ്യണം, ലാഭ ഇച്ഛ ഇല്ലാതെ ചെയ്യണം, ഉടമസ്ഥ അവകാശ ബോധമില്ലാതെ, പിന്നെ മാനസിക വ്യാകുലത, ഭയം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യണം. അതാണ് പറയുന്നത്. അപ്പൊ ഒരു കാഷ്യർ, ഇപ്പൊ ഇതിന് ഒരു ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. ആ ഉടമസ്ഥാവകാശ ബോധം നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണയിലൂടെ മനസ്സിലാക്കാം. എന്താണത്, അതായത് ഒരു കാഷ്യർ ഇപ്പൊ തന്റെ യജമാനു വേണ്ടി ലക്ഷക്കണക്കിന് നാണയങ്ങൾ എണ്ണുന്നു, എങ്കിലും ഒരു ചില്ലി പോലും അത് തന്റേതെന്ന് അവകാശപ്പെടുന്നില്ല. അതേപോലെ തന്നെ ഈ ഉള്ളതെല്ലാം എന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, ഇതെല്ലാം എന്താണ്, ഭഗവാന്റെ മാത്രമാണ്. ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ ഇത് കാണുന്നത് മുഴുവനും ഭഗവാന്റെ എന്നുള്ള ആ ബോധം നമുക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉടമസ്ഥാവകാശ ബോധം ഉണ്ടായിരിക്കില്ല. അപ്പോ കാഷ്യർ പണം എണ്ണുന്നു, ക്യാഷ് എണ്ണാൻ പറ്റും, പക്ഷെ എന്നും പറഞ്ഞ് ആ എണ്ണുന്ന കാശ് മുഴുവൻ എന്റേതാണെന്ന് അദ്ദേഹം ചിന്തിക്കില്ല. കാരണം എന്താണ്, യജമാനന്റെ ആണ്. ആ എന്താ പറയാ, കൗണ്ട് ചെയ്യുന്ന, എണ്ണുന്ന ജോലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ക്യാഷ് എണ്ണി എന്ന് പറഞ്ഞിട്ട് അത് മുഴുവനും എന്റെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചില്ലി പോലും എടുക്കാൻ സാധിക്കില്ല. അതേപോലെയാണ് ഭഗവാന്റെയാണ് ഇതൊക്കെ. നമ്മൾ മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, നമ്മൾ കൊണ്ടുവന്നിട്ടുമില്ല, കൊണ്ടുപോകുന്നുമില്ല. വെറും കൈയോടെ വന്ന് വെറും കൈയോടെ നമ്മൾ യാത്രയാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഇടയ്ക്കാണ് നമ്മൾ ഈ എന്റെ എന്നുള്ളൊക്കെ നമ്മൾ ആ ഒരു അഹങ്കാരം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏമേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവന്തോ അനുസൂയന്തോ മുച്യന്തേ തേപി കർമ്മഭിഹി. ഇവിടെ എന്താ ഭഗവാൻ പറയുന്നത്, എന്റെ ആജ്ഞ അനുസാരം, ഭഗവാൻ കർമ്മം ചെയ്യാനാണല്ലോ പറയുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യണം എന്നാ പറയുന്നത്, അതെന്താ, ഭഗവാന്റെ ആജ്ഞ അനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സൽക്കർമ്മങ്ങളായാലും നമ്മളെ അത് ബന്ധിക്കുന്നു. പിന്നെ നമ്മൾ എന്താണ്, ചീത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മളെ ബന്ധിക്കുന്നു. അപ്പൊ ഏത് കർമ്മവും നമ്മളെ ബന്ധിക്കുന്ന സാഹചര്യമാണ് നമുക്ക്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കർമ്മത്തിൽ നിന്ന്, ആ കർമ്മഫലത്തിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ പറ്റുക? അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ്, ആ മോചനത്തിന്റെ, കർമ്മത്തിന്റെ ഫലത്തിൽ നിന്ന് നമുക്ക് മോചനം വേണം. ആ മോചനത്തിന്റെ വഴികളാണ്, 4 പടികളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. എന്താണ് ആദ്യത്തെ, കൃഷ്ണന്റെ ഉപദേശം സ്വീകരിക്കണം. ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം എന്താണോ അത് നമ്മൾ സ്വീകരിക്കുക. രണ്ടാമത്തെ എന്താണ്, ശ്രദ്ധയോടെ അനുഷ്ഠിക്കുക. ഫസ്റ്റ് നമ്മൾ ഭഗവാന്റെ ആ ഉപദേശം സ്വീകരിച്ചു, രണ്ടാമത്തെ ശ്രദ്ധയോടെ അനുസരിക്കുക, അതിനെ അനുഷ്ഠിക്കുക. മൂന്നാമത്തേത് അസൂയ കാണിക്കാതിരിക്കുക. അതായത് അസൂയ വേണ്ട, ആരെ കാണുമ്പോഴും വേണ്ട, ആരോട്. കാരണം എല്ലാവർക്കും ഭഗവാൻ ഓരോ കോട്ട, നമ്മൾ പറഞ്ഞില്ലേ, ഓരോ പങ്ക് കൊടുത്തിരിക്കുകയാണ്, അതനുസരിച്ച് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ഭഗവാന്റെ സ്വത്താണ്, ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമ്മുടെ എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. അപ്പോ ഭഗവാന്റെ ഉപദേശം സ്വീകരിക്കണം, ഭഗവാന്റെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുക, പിന്നെ ആരോടും അസൂയ കൂടാതെ. പിന്നെ നാലാമത്തെ എന്താണ്, അപ്പൊ കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം നേടുക. ഇതാണ് 4 പടികൾ മോചനത്തിൽ. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ കർമ്മം ചെയ്യണം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കൃഷ്ണനിൽ വിശ്വാസമില്ലാതെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതുന്ന തത്വജ്ഞാനികൾ പലരുമുണ്ട്. അപ്പൊ അതായത് ഭഗവത്ഗീത അവരെടുക്കും, ഭഗവത്ഗീത എടുത്ത് ഭഗവത്ഗീത വായിച്ച് അതിന് ഭാഷ്യം എഴുതും, അതിന് കമന്ററി, ഭാഷ്യം എന്ന് പറഞ്ഞാൽ കമന്ററി എഴുതും. പക്ഷെ അവർക്ക് ഭഗവാനോട് യാതൊരു വിശ്വാസം ഉണ്ടായിരിക്കില്ല. അങ്ങനെ കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്ന് അവർക്കൊരിക്കലും മോചനമില്ല. കാരണം എന്താണ്,
ഭഗവാനെ വിശ്വസിക്കാതെ ഭഗവാനിൽ അസൂയാലുവായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്താലും അത് നമുക്കൊരു പ്രയോജനവും നൽകില്ല. എന്നാൽ സനാതനമായ ഭഗവത് കൽപ്പനകളിൽ വിശ്വാസം ഉറപ്പിച്ച ഒരു സാധാരണ മനുഷ്യൻ കൽപ്പനകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും കൂടി എന്താണ് ആ കാർമിക നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ പറ്റും എന്നപ്പോ നമുക്ക് അതാ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഭഗവാൻ കൽപ്പനകൾ, അതായത് ഭഗവാൻ ഭഗവത്ഗീതയിൽ എങ്ങനെയാണോ കർമ്മം ചെയ്യാൻ പറയുന്നത് അത് അനുസരിച്ച് നമുക്ക് ഇപ്പൊ ആ കൽപ്പനകൾ നിറവേറ്റാൻ കഴിയില്ല എങ്കിലും കൂടിയിട്ട്, പക്ഷെ കാർമിക നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എങ്ങനെ മുക്തനാകാൻ പറ്റും? ഭഗവാന്റെ ആ കൽപ്പനകളിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ മതി. അതാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഭഗവാൻ പറഞ്ഞത് സ്വീകരിക്കുക, ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ആ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കർമ്മഫലത്തിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ കഴിയും. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതാണ് വിശ്വാസമാണ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസാൻ വിദ്ധി നഷ്ടാന ചേതസഹ. ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ പറയാണ്, അസൂയാലുകളായി എന്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരുമായി കണക്കാക്കണം. അപ്പൊ ആരാണ് അറിവില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അജ്ഞാനികൾ, മൂഢർ എന്ന് പറയുന്നത്? ഭഗവാന്റെ കാര്യങ്ങളിൽ അസൂയാലുവായിട്ടിരിക്കുക, പിന്നെ ഭഗവാന്റെ ഉപദേശങ്ങളെ അവഗണിക്കുക, കേട്ടിട്ടും കേൾക്കാത്ത. അതായത് നമ്മളിപ്പോ ഭഗവത്ഗീത വായിക്കും, ഭഗവത്ഗീതയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും, പക്ഷെ എങ്കിലും നമുക്കത് താല്പര്യം ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ട്? അനുഷ്ഠിക്കാൻ ഇഷ്ടമല്ല നമുക്ക്. അപ്പൊ എന്താണത്? ഭഗവാന്റെ വാക്കുകളെ നമ്മൾ അവഗണിക്കുകയല്ലേ. അപ്പോ ആ അനുസരിക്കാതിരിക്കുക, അവഗണിക്കുക ശാസ്ത്രങ്ങളെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? അവര് അറിവില്ലാത്ത ആൾക്കാരാണ്, അവര് മൂഢരാണ്. മൂഢെന്ന് പറഞ്ഞാൽ വിഡ്ഢി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മൂഢനായിട്ടും വിഡ്ഢിയായിട്ടും കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങളെല്ലാം തന്നെ എന്താവും? വിഫലമാക്കപ്പെടും. അതായത് വിഫലമാക്കപ്പെടും എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരിനി ഭൗതിക പ്രപഞ്ചത്തിൽ എന്ത് തന്നെ നേടിയാലും അത് പരമോന്നതിയിലേക്ക് എത്തില്ല. കാരണം എല്ലാം വിഫലമാവും. കാരണം എന്താണ്? അവർക്ക് ആ വിശ്വാസമില്ല, ഭഗവാന്റെ കാര്യങ്ങളിൽ വിശ്വാസമില്ല, അനുസരിക്കാനും അവർക്ക് മനസ്സില്ല. അതാണ്. പിന്നെ അനുസരണ കെട്ട അയാൾ എത്ര വലിയവനായാലും ശരി, ഭൗതികമായിട്ട് നമ്മൾ എത്ര ആളായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ അനുസരണ ഇല്ല, അവഗണിക്കുന്നു എങ്കിൽ ഹൃദയശൂന്യത കൊണ്ട് സ്വാത്മാവിനെ കുറിച്ചോ പരബ്രഹ്മത്തെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ ഒന്നും അറിയാത്തവനാണ്. അപ്പൊ ഈ ഭഗവാന്റെ അതായത് അനുസരണ കെട്ട അയാള് ഭൗതികമായിട്ട് എത്ര വലിയ ആളായിക്കോട്ടെ, പക്ഷെ ഹൃദയശൂന്യത കൊണ്ട് എന്താണ്? അവിടെ അവന് ജ്ഞാനമില്ലാത്തത് കൊണ്ട് ഭഗവാൻ എന്താണെന്ന്, ഞാനൊരു ആത്മാവെന്നോ ആ പരമസത്യം എന്താ, പിന്നെ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ, ഭഗവാൻ എന്താ, പരമാത്മാ എന്താ, ഒന്നും തന്നെ ഇവർക്ക് അറിയാൻ സാധിക്കില്ല. ഒട്ടും അറിയാത്തവനാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ പരിപൂർണതയെ പറ്റി അയാൾക്ക് അറിയാൻ വകയില്ല. എങ്ങനെയാണ് കിട്ടുക? ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീതയിൽ അത് കേട്ടാലല്ലേ ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ അതിന് നമ്മൾ തയ്യാറല്ല, അത് നമ്മൾ അവഗണിക്കാൻ അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ല. സദൃശം ചേഷ്ടത്തെ സ്വസ്യ പ്രകൃതിർജ്ഞാന വാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. തന്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഓരോ ജ്ഞാനി ആയാൽ പോലും അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുന്നത്? പ്രകൃതിക്ക് അനുയോജ്യമായി. അദ്ദേഹം കൂടി പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്നാർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. ത്രിഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 3 ഗുണങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ 3 ഗുണത്തിൽ നമ്മുടെ വിശ്വാസം എവിടെയാണോ, ഏത് ഗുണത്തിലാണോ അതനുസരിച്ച് നമ്മുടെ വിശ്വാസം രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളും അതുപോലെ പോകും. അപ്പൊ എല്ലാവരും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ത്രിഗുണങ്ങളുടെ അതിൽ നിന്ന് നമ്മൾ ആർജിച്ച ആ സ്വഭാവത്തിന് എന്താ പറയാ, അനുസൃതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം ഇവിടെ ഭഗവാൻ പറയുന്നു. അപ്പോ ഇവിടെ നമ്മൾ 2 കാര്യം പറഞ്ഞു. അതായത് സ്വഭാവം എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ട് നമുക്ക് എല്ലാം അറിയാം. അപ്പൊ നമുക്ക് ഒരു ശ്രദ്ധയൊക്കെ വരും ഭഗവാന്റെ കാര്യത്തില്. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം എന്നൊന്നുണ്ട്. എന്താണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ? അത് ഈ ജന്മത്തെ ആയിരിക്കില്ല, അത് മുൻ ജന്മത്തിന്റെ, നമ്മൾ എത്രയോ ജന്മങ്ങൾ കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന നമ്മൾ പറഞ്ഞില്ലേ കർമ്മവാസന. അപ്പൊ നമ്മുടെ ഈ ആത്മാവ് എന്താണ്? ശരീരം ത്യാഗം ചെയ്യുമ്പോഴോ മനസ്സും ബുദ്ധിയും പിന്നെ മിഥ്യ അഹംഭാവം ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ആ ജന്മത്തിന്റെ ആ കർമ്മവാസന അല്ലെങ്കിൽ ആ സംസ്കാരത്തെ കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് അടുത്ത ശരീരം കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോ ഭക്തിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കും, നമുക്കെല്ലാം മനസ്സിലാവും, പക്ഷെ നമുക്കത് അനുഷ്ഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? സ്വഭാവം കൊണ്ടല്ല. നമുക്ക് സ്വഭാവം ഉണ്ട്, നമ്മൾ ഒരു പർട്ടിക്കുലർ ഗുണത്തിൽ നമ്മൾ സ്വഭാവം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു സംസ്കാരം നമുക്ക് ചിലപ്പോൾ തടസ്സപ്പെടുത്തും. കാരണം പഴയ സംസ്കാരങ്ങൾ നമ്മളിൽ നിൽക്കും. അതാ പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും മുൻജന്മ
സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഈ ജന്മത്തിൽ കാണുന്നല്ല, പഴയ ജന്മത്തിന്റെ സംസ്കാരങ്ങളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഇപ്പൊ ഈ സ്വഭാവം എന്ന് പറയുമ്പോ നമ്മൾ ഈ ജന്മത്തിൽ ഏത് ഗുണത്തിലാണോ നിന്ന്, ഏതാണോ നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് സ്വഭാവമായി മാറും നമ്മുടെ. അതേപോലെ സംസ്കാരങ്ങൾ പഴയ ജന്മത്തിന്റെ കണക്കാണ്, അതും വരും നമ്മുടെ കൂടെ. അപ്പൊ അതാ പറയുന്നത്. അപ്പോ ഓരോരുത്തർക്കും മുൻജന്മ സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ജ്ഞാനി എന്ത് ചെയ്യും? ജ്ഞാനമുള്ള വ്യക്തി എന്ത് ചെയ്യും? അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവയെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും കഴിവുണ്ടായിരിക്കും. ഒരു ജ്ഞാനിക്ക് എന്താണ്? ആ സംസ്കാരം പഴയ ജന്മത്തിന്റെ ആയിരിക്കാം, പക്ഷെ ആ സംസ്കാരത്തെ എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണം, അതെന്താ എന്നുള്ളതൊക്കെ വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് ജ്ഞാനിക്ക് ഉണ്ടാവും. അപ്പൊ അദ്ദേഹം അതിനൊക്കെ ശ്രമിക്കുന്നവനായിരിക്കും ജ്ഞാനി. അപ്പൊ തമോ ഗുണത്തിലാണ് നമ്മളിപ്പോ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് മന്ദതയിലേക്കാണ് നമ്മൾ പോകുന്നത്. തമോ ഗുണത്തിൽ എന്താണ്? നമ്മുടെ കാര്യങ്ങളെല്ലാം മന്ദതയിലേക്കാണ്, നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം. രജോ ഗുണത്തിലാകുമ്പോൾ ആഗ്രഹങ്ങളാണ്, നമുക്ക് ഒരുപാട് അളവറ്റ ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് തീർക്കാനാകാത്ത തൃഷ്ണാധിക്യം, അതാണ് പ്രവൃത്തി നമുക്കുണ്ടാവുക. സത്വ ഗുണത്തിൽ എന്തായിരിക്കും? നമ്മൾ ശാന്തത ഉണ്ടായിരിക്കും, ജ്ഞാനം ഉണ്ടായിരിക്കും സത്വ ഗുണത്തില്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പോ ഈ ഭഗവാൻ ചോദിക്കുന്നു, നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? നിഗ്രഹം എന്ന് പറഞ്ഞാല് ബലപ്രയോഗം കൊണ്ട്. ഇപ്പൊ നമുക്ക് സംസ്കാരങ്ങളും ഉണ്ട്, സ്വഭാവങ്ങളും ഉണ്ട്. അപ്പൊ ഈ ബലപ്രയോഗം, അതായത് നമ്മൾ ബലം പ്രയോഗിച്ച് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മളിപ്പോ ബലം പ്രയോഗിച്ച് ഒരാളെ മാറ്റാനും പറ്റില്ല നമുക്ക്. അപ്പൊ അതാണ് ഭഗവാൻ ചോദിക്കുന്നത്, നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ അവിടെ ബലപ്രയോഗം കൊണ്ട് ഒരാളുടെ സ്വഭാവം മാറ്റാൻ കഴിയുമോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അതായത് വെറും അടിച്ചമർത്തൽ കൊണ്ട് നമുക്ക് ഒരാളുടെ സ്വഭാവത്തെ മാറ്റം വരുത്താൻ കഴിയില്ല. അതെങ്ങനെയാ കഴിയുക? അത് മനസ്സിന്റെ, നമുക്ക് എന്താണ്, ആ മനസ്സിന്റെ ശുദ്ധീകരണം തന്നെ വേണം. അത് നമ്മൾ പറഞ്ഞില്ലേ, ഒരാളുടെ സ്വഭാവം അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. സ്വഭാവം മാറണമെങ്കിൽ അയാളുടെ മനസ്സ് ആദ്യം ശുദ്ധീകരിക്കപ്പെടണം. ആ മനസ്സ് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്തൊക്കെയാ വേണ്ടത്? ശുദ്ധ സംസ്കാരം കിട്ടണം. എന്താണ്? നമ്മുടെ ഓരോ ജന്മത്തിലും വന്ന സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അതല്ല വേണ്ടത്. അപ്പൊ ശുദ്ധമായ സംസ്കാരം കിട്ടണം. എങ്ങനെയാണ് ശുദ്ധമായ സംസ്കാരം നമുക്ക് കിട്ടുക? ജപത്തിലൂടെ, ഭക്തജന സംസർഗത്തിലൂടെ, ഇങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിലൂടെ, ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ, നമുക്ക് ശുദ്ധമായ സംസ്കാരം കിട്ടുമ്പോൾ ആ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് സ്വാഭാവികമായി ഇതൊക്കെ സംഭവിക്കുന്ന. അല്ലാതെ നമുക്ക് ബാഹ്യമായിട്ട് എന്താണ് അടിച്ചമർത്താൻ പറ്റില്ല. ബലപ്രയോഗം കൊണ്ട് നമ്മുടെ ആ സ്വഭാവത്തെ നമുക്ക് നിഗ്രഹിക്കാൻ പറ്റില്ല. അതാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. യഥാർത്ഥ പരിഹാരം എന്താണ്? ഭഗവത് സേവന, ഭക്തിയുഗ സേവനം തന്നെയാണ്. പൂർണ്ണമായും ബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. ഭഗവാൻ പറയാണ്. അതായത് നമ്മൾ പൂർണ്ണമായും ഭഗവാന്റെ ബോധത്തിൽ നമ്മൾ ഏർപ്പെടാതെ നമുക്ക് നമ്മുടെ നിത്യകർമ്മങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഒരു ജോലിക്ക് പോകുന്നു, അതൊന്നും വിടണ്ട, ആരും ആവശ്യമില്ല. അങ്ങനെ അത് തെറ്റാണ്. അതായത് ഇപ്പൊ ഞാൻ കൃഷ്ണാവബോധത്തിൽ വന്നു, എന്നാ പിന്നെ എനിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നാമം ജപിച്ചുകൊണ്ട് ഞാൻ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെയല്ല. നമ്മൾക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എന്താണ്? അതൊക്കെ നമ്മൾ ചെയ്യണം. ഗൃഹസ്ഥാശ്രമത്തിലാണ്, ആ ഗൃഹത്തിലുള്ള ആൾക്കാരെ നമ്മൾ പരിപാലിക്കണം. അതൊക്കെ നമ്മുടെ കടമയാണ്. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനങ്ങളും അതേപോലെ അനുഷ്ഠിച്ചുകൊണ്ട് വരണം. അതങ്ങനെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. കൊടുന്നവേ എന്താണ്? ഒരാൾ തന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിയവാദിയോ ആയി അഭിനയിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഭക്തിക്ക് വന്നു, ഞാൻ ചാന്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടു, ഭഗവത്ഗീത കേട്ടു, എനിക്ക് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, ഞാൻ ഒന്നും ചെയ്യാനില്ല, എനിക്ക് ഗൃഹസ്ഥാശ്രമത്തിലും കൂടി എനിക്ക് ഉത്തരവാദിത്തം ഇല്ല, ഭാര്യ മക്കൾ എന്നുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് അഭിനയമാകും. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അതീന്ദ്രിയ അവസ്ഥയിലുള്ള പോലെ നമ്മൾ അഭിനയിക്കുകയാണ്. അതല്ല, നമ്മുടെ കടമകളൊക്കെ നിർവഹിച്ചുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ മെല്ലെ 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 നമ്മളിങ്ങനെ ആ ഭക്തിയുടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് വരണം. അതാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടാണ് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തണം. പരിപൂർണമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയേ മതിയാവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയസ്യേന്ദ്രിയാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേതൗ യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തി, വിരക്തി നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, ആസക്തിയും പാടില്ല, വിരക്തിയും പാടില്ല. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് അതിനോട് ടൂ മച്ച് എന്താ പറയുക അറ്റാച്ച്മെന്റ് അതും പാടില്ല, എന്നാൽ അതിനോടുള്ള ഡിറ്റാച്ച്മെന്റും പാടില്ല. എങ്ങനെ ചെയ്യണം? എന്റെ കർത്തവ്യം എന്ന നിലയ്ക്ക് ഭഗവാൻ എനിക്കൊരു ഡ്യൂട്ടി തന്നിട്ടുള്ളതാ, ആ കർത്തവ്യം, ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന നിലയ്ക്ക് എന്റെ കർത്തവ്യം നിർവഹിക്കണം. ഒരാൾ ആ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല. നമ്മൾ അതിന്റെ അധീനതയിലാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണ് ഇതൊക്കെ. എന്താണ്? വിലങ്ങുതടിയാണ്. ഇതില് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ വിരക്തി ആയാലും അതൊരു തടസ്സമായിരിക്കും. അതിനിപ്പോ എന്താ പറയാ ആസക്തി ആയാലും അത് ഒരു തടസ്സമാണ്. അപ്പൊ ഈ രണ്ടും കൂടാതെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. ഭൗതിക ശരീരം നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ്.
നമ്മുടെ ശരീരം എപ്പോ വരെ ഉണ്ടോ ആ സമയം വരെ എന്താണ് നമ്മുടെ അതിന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുത്തേ മതിയാവുള്ളൂ. ഭഗവാൻ പറഞ്ഞില്ലേ ഒരിക്കലും നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. നിയമാനുസൃതമായ ആ ഇന്ദ്രിയ സുഖഭോഗങ്ങളും ഒരാളെ വഴി തെറ്റിച്ചു എന്ന് വരാം. ഇപ്പൊ നമുക്ക് തോന്നാം ചിലപ്പോ നിയമങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ വഴി തെറ്റിച്ചു എന്ന് വരാം. കാരണം എന്താണ് ആ നിയമാനുസൃതമായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ എന്താണ് അത് ഇന്ദ്രിയ ഭോഗങ്ങളാണ്. ചിലപ്പോൾ ഇന്ദ്രിയ ഭോഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഇന്ദ്രിയ ഭോഗങ്ങളും ചിലപ്പോൾ നമ്മളെ വഴി തെറ്റിച്ചു എന്ന് വരാം. കാരണം ഉദാഹരണം പറയുന്നത് എന്താണ് രാജവീഥികളിലും പോലും വാഹന അപകടം സംഭവിക്കാറില്ലേ? രാജവീഥികൾ എന്ന് റോയൽ റോഡ്സ് എന്ന് നമ്മൾ പറയും. അപ്പൊ ആക്സിഡന്റ്സ് അക്കർ ഇൻ റോയൽ റോഡ്സ്. അപ്പൊ നമ്മൾ എന്താ പറയാ രാജവീഥി ആയാൽ പോലും അവിടെയും അപകടം വാഹന അപകടം സംഭവിക്കാൻ ഇടയുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോ നിയമം അനുസരിച്ച് ഇന്ദ്രിയ ഭോഗങ്ങൾ എന്താ പറയാ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോ എന്താ സംഭവിക്കുക അവിടെയും നമ്മൾ വഴിതെറ്റാൻ ചാൻസസ് ഉണ്ടാവും. അപ്പൊ എത്ര ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു പോരുന്ന രാജവീതിയിൽ പോലും അപകടം ഉണ്ടാകും. അപ്പൊ അപകടം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. അപ്പൊ എങ്ങനെ നമ്മൾ സൂക്ഷിച്ചു പോന്നാലും ചിലപ്പോൾ അവിടെ വീഴ്ചകൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ അതാ പറഞ്ഞ രാഗദ്വേഷം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു രാഗദ്വേഷം എന്ന് പറഞ്ഞ രാഗം എന്ന് പറഞ്ഞ ആസക്തി, ദ്വേഷം എന്ന് പറഞ്ഞ വിരക്തി. അപ്പൊ ഇത് സ്വാഭാവികമാണ് നമുക്കിത്. അപ്പൊ ഇത് ഉണ്ടാകുന്നത് പ്രശ്നമല്ല. ഇപ്പൊ രാഗം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ വിരക്തി ഉണ്ടാകുന്നത് ഇതൊന്നും പ്രശ്നമല്ല. ആസക്തി, വിരക്തി ഇത് പ്രശ്നമല്ല. പക്ഷെ അവയുടെ നിയന്ത്രണത്തിൽ നമ്മൾ വരുന്നതാണ് പ്രശ്നം. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആകാൻ പാടില്ല. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്താണ് എവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇഷ്ടാനിഷ്ടങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ പാടില്ല. കാരണം എന്താണ് ഇത് മനസ്സിന്റെ തലത്തിൽ നടക്കുന്ന സംഭവമാണ്. നമ്മുടെ മനസ്സിന്റെ തലത്തിൽ എന്താണ് നമ്മൾ തീരുമാനിക്കുക ഇഷ്ടാനിഷ്ടങ്ങൾ അവിടെ വരുന്നത്. അപ്പൊ ബുദ്ധി ഉയർത്തിപ്പിടിക്കണം. നമ്മൾ എന്താണ് ബുദ്ധി എപ്പോഴും ഉയർന്നിരിക്കണം. ബുദ്ധി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക അവിടെ ശരി തെറ്റ് അതായത് ധർമ്മബോധം നമുക്ക് ഉണ്ടായിരിക്കും. എപ്പോഴാണോ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അവർക്ക് ഇവിടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് ശരി തെറ്റാണ്, അതായത് ഇത് ശരിയാണോ, ഇത് ധർമാനുസൃതമായിട്ടുള്ള കാര്യമാണോ, ഇത് തെറ്റാണോ, അപ്പൊ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ നമുക്കവിടെ വീഴ്ചകൾ സംഭവിക്കില്ല. കാരണം എന്താണ് ധർമ്മബോധം നമുക്കൊരു അടിസ്ഥാനമാക്കണം എപ്പോഴും. അല്ലാതെ മാനസികമായിട്ടുള്ള ആ ഇഷ്ടാനിഷ്ടങ്ങളല്ല അതായത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ ചിന്തിച്ച് പെരുമാറണം. അപ്പൊ ഭക്തൻ എങ്ങനെയാണ് അവൻ എങ്ങനെ ചെയ്യുന്നത് കൃഷ്ണന് ഇഷ്ടപ്പെടുന്നതാണ്. അവൻ ചിന്തിക്കുക എന്താണ് കൃഷ്ണൻ എന്ത് പറയുന്നു, കൃഷ്ണൻ എന്തിഷ്ടം അതാണ് എന്റെ ഇഷ്ടം. നമ്മൾ പറഞ്ഞില്ലേ ആനുകൂല്യസ്യ സങ്കല്പ ഭഗവാന്റെ ഇഷ്ടങ്ങളെ സ്വീകരിക്കും. ഭഗവാൻ എന്താണോ ഭഗവാന്റെ ഭക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത് അതിനെ സ്വീകരിക്കും. ഇനി ഭഗവാന്റെ ഭക്തിയിലേക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മളത് ഉപേക്ഷിക്കും. കാരണം എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. അപ്പൊ നമുക്ക് ആ കാര്യം വേണ്ട. അങ്ങനെയാണ് വേണ്ടുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതാണ് അപ്പൊ നമ്മൾ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുന്നത്. അപ്പൊ ഇതാണ് കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നത് എന്താണോ ആയിരിക്കണം നമ്മുടെ ഇഷ്ടം. അപ്പൊ എന്താണ് അതാണ് ഒരു ശരിയായ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഭഗവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ആ സ്വാതന്ത്ര്യം ഇങ്ങനെ ഉപയോഗിക്കണം. നമ്മൾ എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ നിന്നെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെനിക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ നമുക്കത് ഇഷ്ടം ഉണ്ടായിരിക്കില്ല, പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും എങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും, പക്ഷെ അത് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ല എങ്കിൽ അത് വേണ്ട. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പറയുന്നത് ആസക്തി, വിരക്തി അതൊക്കെ ഒരു വിഷയമല്ല, പക്ഷെ നമ്മൾ അതിന്റെ നിയന്ത്രണത്തിൽ വരാൻ പാടില്ല എന്ന് മാത്രം. അത് നമ്മൾ ഓർത്തിരിക്കണം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഇവിടെ എന്താ പറഞ്ഞേ തെറ്റോടുകൂടിയാണെങ്കിൽ പോലും ഭഗവാൻ പറയാണ് എങ്ങനെ തെറ്റോടുകൂടിയാണെങ്കിലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. അതായത് അവനവന്റെ പണി അവനവന് എന്താണോ ഭഗവാൻ വിധിച്ചിട്ടുള്ളത് അത് വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് എന്റെ ഡ്യൂട്ടി എന്താണോ അത് നമ്മൾ ചെയ്യുക. അല്ലാതെ ഇപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടി വിട്ടിട്ട് ഞാൻ മറ്റൊരാളുടെ ഡ്യൂട്ടി പരിപൂർണമായിട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഭഗവാൻ അതാ പറയുന്നത്. ഇനിയിപ്പോ എന്റെ ഡ്യൂട്ടി ഞാൻ കുറച്ച് അപരിപൂർണമായി ചെയ്താലും വിരോധമില്ല, പക്ഷെ മറ്റൊരാളുടെ ഡ്യൂട്ടി ഞാൻ പരിപൂർണമായിട്ട് ചെയ്താലും അത് തെറ്റാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്. തെറ്റോടുകൂടിയാണെങ്കിലും തനിക്ക് വിധിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുക. അതല്ലാതെ അന്യരുടെ അന്യരുടെ കർത്തവ്യങ്ങൾ നമ്മൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് അവനവന്റെ കാര്യം തെറ്റായിട്ടാണെങ്കിലും കൂടിയിട്ട് നിർവഹിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ
ശ്രേയസ്കരം തന്നെ. ഇപ്പൊ നമ്മൾ സ്വകൃത്യം, അതായത് എനിക്ക് നമ്മൾ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും നിയതകർമ്മങ്ങളുണ്ട്. അപ്പൊ എന്റെ നിയതകർമ്മത്തിൽ ഇപ്പൊ എനിക്ക് ഒരു പക്ഷേ നാശമാണ് ഫലമെങ്കിലും അത് ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്, എന്റെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ എനിക്ക് അതിൽ നാശം വരുന്നോ ഫലം, അതിനിപ്പോ തെറ്റോടുകൂടിയാണോ ഞാൻ ചെയ്യുന്നത് എങ്കിലും കുഴപ്പമില്ല. മറ്റൊരാളുടെ പണി നമ്മൾ പരിപൂർണമായി ചെയ്യുന്നതേക്കാൾ ഭേദമാണ്. അതാണ് പറയുന്നത്, അതാണ് ശ്രേയസ്കരം. അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ്. ഇപ്പോ ഇതെങ്ങനെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുക? അതായത് ബ്രാഹ്മണനും ക്ഷത്രിയനും നമുക്ക് എടുക്കപ്പോ, ബ്രാഹ്മണൻ എന്താ ജോലി, അത് അവൻ ചെയ്യണം. അതായത് ബ്രാഹ്മണൻ സത്വഗുണത്തിലുള്ള വ്യക്തിയാണ്, ക്ഷത്രിയൻ എന്താണ്, രജോ ഗുണത്തിലുള്ള വ്യക്തിയാണ്. പക്ഷെ ഈ ബ്രാഹ്മണൻ ഇപ്പോ ബ്രാഹ്മണൻ എന്താണ്, ഹിംസ അനുവദനീയമല്ല. അതായത് അനുവദനീയമല്ല ആർക്ക്, ബ്രാഹ്മണന്. പക്ഷെ നേരെ മറിച്ച് ക്ഷത്രിയനോ, ഹിംസ അനുവദനീയമാണ്. അപ്പൊ ഹിംസ അനുവദിച്ചിട്ടുണ്ട് ആർക്ക്, ക്ഷത്രിയൻ. കാരണം ക്ഷത്രിയൻ ഭരിക്കണം, ക്ഷത്രിയൻ പ്രജകളെ രക്ഷിക്കണം, സംരക്ഷിക്കണം. അപ്പൊ അദ്ദേഹത്തിന് യുദ്ധം ആവശ്യമാണ്, ഹിംസ ആവശ്യമാണ്. അപ്പോ ഇപ്പൊ ക്ഷത്രിയൻ ചിന്തിക്കുകയാണ്, അയ്യോ ഞാൻ ഹിംസ പാടില്ല എന്നും വെച്ച് ഞാൻ ഒരു ബ്രാഹ്മണന്റെ ജോലി പരിപൂർണമായിട്ട് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഞാൻ ഒരു ക്ഷത്രിയനാണ്, അതിലിപ്പോ തോൽവി വന്നോ, അതിലിപ്പോ തോറ്റുപോയോ, ഞാൻ അതിപ്പോ എനിക്ക് മുഴുവനും ചെയ്യാൻ പറ്റിയില്ലേ, അതിലെനിക്ക് നാശം സംഭവിക്കുന്നു, എന്നാലും അത് ശ്രേയസ്കരൻ തന്നെയാണ്. ഇപ്പൊ അർജുനൻ എന്താണ് ചെയ്യുന്നത് ഇവിടെ? എന്തുകൊണ്ട് ഭഗവാൻ ഇത് പറയുന്നു? അതായത് അർജുനൻ ഇപ്പോ ക്ഷത്രിയനായിട്ട് പോലും ഒരു ബ്രാഹ്മണനെ, അതായത് ഇപ്പൊ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, എനിക്ക് ഈ ഹിംസ വേണ്ട, ഹിംസ പാടില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എന്താണ്, അത് ബ്രാഹ്മണർക്കുള്ള ഗുണമാണ് അല്ലെ, ബ്രാഹ്മണരുടെ ജോലിയാണത് ഹിംസ വേണ്ട എന്നൊക്കെ വെക്കുന്നത്. കാരണം അവർ സത്വഗുണത്തിലാണ്. പക്ഷേ രജോ ഗുണത്തിലുള്ളത് ആരാണ്? ക്ഷത്രിയനാണ്. അപ്പൊ അവൻ ചെയ്തേ മതിയാവുള്ളൂ ഈ ഗുണത്തിൽ നിന്ന്. കാരണം അവന്റെ ധർമ്മമാണ്. അതാ പറയുന്ന ഭഗവാൻ, അവനവന്റെ ധർമ്മം, അവനവന്റെ ഡ്യൂട്ടി ശരിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റൊരാളുടെ ഡ്യൂട്ടി പൂർണ്ണമായി ചെയ്യുന്നേക്കാൾ നല്ലതാണെന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞേക്കണം. ഭൗതികമായാലും ആധ്യാത്മികമായാലും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ തന്നെ മരണം വരെയും ഉറച്ചു നിൽക്കുന്നതാണ് മറ്റുള്ളവരെ അനുകരിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ നമ്മൾ അത് ആധ്യാത്മിക കാര്യങ്ങളായാലും ശരി, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് നമ്മൾ ആ വഴിക്ക് നീങ്ങുന്നതിനേക്കാളും നല്ലത് എന്താണ്, നമ്മൾ മരണം വരെ എന്താണ്, നമ്മുടെ തന്നെ കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഭേദം. അതാണ് ഭഗവാൻ പറയുന്നത്, അതാണ് നല്ലത് എന്ന് ഭഗവാൻ പറയണം. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛിന്നപി വാഷ്ണേയ ബലാദിവ നിയോജിതഃ. ഇപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, വാഷ്ണേയ എന്ന് പറഞ്ഞാരാണ്? കൃഷ്ണൻ തന്നെ. അതായത് യദുകുലം, നമുക്കറിയാം യദു രാജവംശത്തിലെ ഒരു ഉപകുലമാണ് വൃഷ്ണികുലം. യദു രാജവംശത്തിലെ ഉപകുലമാണ് വൃഷ്ണികുലം. അതിൽ ജനിച്ചതുകൊണ്ട് വാഷ്ണേയ എന്ന് വിളിക്കുന്നു കൃഷ്ണനെ. അപ്പൊ ഏതിനാലാണ് ഒരാള് തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? അതായത് ഇപ്പൊ ചില സമയത്ത് നമുക്ക് സംഭവിക്കും അല്ലെ, നമ്മൾ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. എന്തുകൊണ്ടാണ്, എന്തിനാ അത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിനിപ്പോ ആൻസർ എന്താ ഭഗവാൻ കൊടുക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോ അന്തര്യാമിയായ പരമാത്മാവിൽ എന്താ പറയാ, പ്രചോദിതങ്ങളല്ല ദുഷ്കർമ്മങ്ങൾ. അപ്പൊ ഈ നമുക്ക് ചിന്തിക്കാൻ പാടില്ല. അതായത് നമ്മളിപ്പോ ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ പ്രേരണയാണ്, ഭഗവാൻ പ്രചോദിതമല്ല അതൊക്കെ. അതാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു കാരണം എന്താണ് അതിന്റെ പിന്നിൽ, അതിപ്പോ നമുക്ക് നോക്കാം. അതിന്റെ പിന്നിൽ ഏതാണ് കാരണം? ഇപ്പൊ അർജുനൻ ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും ചില ചീത്ത കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നു. അപ്പൊ ഭഗവാൻ ഉവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മ വിന്ദേന ഇഹമവൈരിണം. ഇവിടെ ഭഗവാൻ പറയുന്നു, അതായത് അല്ലയോ അർജുന, രജോ ഗുണമായുള്ള ആ സമ്പർക്കത്താൽ നിന്നുണ്ടാകുന്നതാണ് പിന്നീട് അത് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് കാരണം? അതായത് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മളെ കൊണ്ട് എന്താണ് ചില ദുഷ്കൃത്യങ്ങൾ ചെയ്തു പോകും നമ്മൾ. അതെന്തുകൊണ്ടാണ്? കാമമാണ് കാരണം. അപ്പോ ഈ രജോ ഗുണത്തിന്റെ സമ്പർക്കത്തില് നമ്മൾ എപ്പോഴാണോ രജോ ഗുണത്തിന്റെ സമ്പർക്കത്തിൽ വരുന്നത്, അവിടെ നിന്ന് എന്ത് തുടങ്ങും? കാമം, ആഗ്രഹങ്ങൾ തുടങ്ങും. അവിടെ നിന്ന് എന്താണ് വരിക? ആഗ്രഹം. നമുക്കറിയാതെ പതനത്തിന്റെ സ്റ്റെപ്പ് നമ്മൾ ആലോചിച്ചു. അപ്പോ കാമത്തിൽ നിന്ന് എന്താ വരിക? ക്രോധം. അപ്പൊ കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവഃ. നമ്മൾ രജോ ഗുണത്തിന് അടിമപ്പെട്ടു വരുമ്പോ എന്താണ്? കാമം ഉണ്ടാകുന്നു, അതിൽ നിന്ന് ക്രോധമായി വരുന്നു. അപ്പോഴാണ്, അതാണ് നമ്മളെ എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും പ്രേരിതനാക്കുന്നത്, നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഇഹലോകത്തിലെ ശത്രു, അതാണ് നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. അപ്പൊ ഈ ഇഹലോകത്തിലെ ശത്രു ഏതാണ്? കാമമാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. ഒരു ജീവസത്ത ഭൗതിക സൃഷ്ടിയുമായി ബന്ധപ്പെടുമ്പോൾ രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായി അവന്റെ ശാശ്വതമായ കൃഷ്ണപ്രേമം കാമമായി പരിണമിക്കുന്നു. പുളി എന്താ പറയാ, പാല് എങ്ങനെയാവുന്നു? പുളി രസത്തിന്റെ സമ്പർക്കത്താൽ തൈരായി മാറുന്നത് പോലെ. അപ്പോ പാലില് നമ്മൾ പുളി പിഴിയുമ്പോ എന്തായി? അത്
തൈരായി മാറി. ആ പുളിയുടെ സമ്പർക്കം വരുമ്പോൾ തന്നെ അതെന്താണ്, അത് തൈരായി മാറി. അതേപോലെ നമ്മളെങ്ങനെ പരിണാമം അല്ലെ ഉണ്ടാകുന്നത്. അപ്പൊ അതേപോലെ പരിണമിക്കുകയാണ് നമ്മുടെ മനസ്സെന്താണ്, നമ്മുടെ ആ അവബോധം അതിലെന്താണ്, അത് പരിശുദ്ധമായ അവബോധമാണ്. അത് ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സേവകനാണ്, ഭഗവാന്റെ പ്രേമമാണ് നമ്മുടെ ഉള്ളില്. പക്ഷെ ഈ എപ്പോഴാണോ നമ്മൾ കാമം, അതായത് കാമം എങ്ങനെയാകുന്നത്, നമ്മൾ എപ്പോഴാണോ രജോ ഗുണത്തിന്റെ സമ്പർക്കത്തിൽ വരുന്നത്, അപ്പൊ അത് ആഗ്രഹങ്ങൾ കാമമായി, കാമം ക്രോധമായി അതെന്താകുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രേമം, ഭഗവാനോടുള്ള ആ പ്രേമം കാമമായി മാറുകയാണ്. നമ്മൾ പറഞ്ഞു ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച ധാരെ ബലി കാമ, കൃഷ്ണേന്ദ്രിയ പ്രീതിച്ച ധരേ പ്രേമനാമ. അതായത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് കാമമാണ്, ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ അത് പ്രേമമാണ്. അതുകൊണ്ടാണ് ജ്ഞാനം വേണം നമുക്ക്. അപ്പൊ ഈ കാര്യം നമുക്ക് ഓർമ്മ വേണം, കാമമാണ് എല്ലാത്തിനും കാരണം. അതാണ് ഇഹലോകത്തിലെ ശത്രു. ഇനിയിപ്പോ ഈ നമ്മുടെ പരിശുദ്ധമായ ആ ജ്ഞാനം, അവബോധത്തെ എങ്ങനെയാണ് ഈ കാമം ആവരണം ചെയ്തിരിക്കുന്നത്? 3 രീതിയിലുള്ള ആവരണത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ധൂമ്രേണാമ്രിയത്തെ വഹ്നിർ യഥാദർശോ മലേന ച തഥോൽബേനാവൃതോ ഗർഭസ്തതേ തഥാ തേനേദമാവൃതം. പുക തീനെ എന്ന പോലെ, പൊടി കണ്ണാടിയെ എന്ന പോലെ, ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെ ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിൽ ഉള്ള ഈ കാമം ആവരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ ജീവാത്മാക്കളെയും എങ്ങനെയാണ് കാമം ആവരണം ചെയ്തിരിക്കുന്നത്? അതായത് നമുക്കറിയാം നമ്മുടെ അവബോധം എല്ലാം പരിശുദ്ധമാണ്. പക്ഷെ ഈ കാമം ആവരണം ചെയ്തുകൊണ്ട് എന്താണ്, നമ്മുടെ അവബോധം അശുദ്ധമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ അസ്തിത്വത്തെ, അത് നമ്മൾ മറക്കാണ് ജീവസത്തകൾ. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഡിഗ്രി ഇപ്പൊ പറയണത്? അതായത് ഫസ്റ്റ് എന്താ പറയുന്നത്, പുക തീനെ എന്ന പോലെ ഇത് മനുഷ്യന്മാർക്കുള്ളതാണ്. എന്താണ്, പുക തീനെ എന്ന പോലെ മനുഷ്യന്മാർക്കുള്ളതാണ്. പൊടി കണ്ണാടി എന്ന പോലെ ആർക്കാണ്, പക്ഷി മൃഗാദികളെ സൂചിപ്പിക്കുന്നു. പിന്നെ ഗർഭാശം ഭ്രൂണത്തെ എന്ന പോലെ ഇത് വൃക്ഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഓരോ രീതിയിലുള്ള ആ അളവിലാണ് അത് നമ്മുടെ കാമത്തിന്റെ ആവരണമാണിത്. കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പോ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള ഭ്രൂണത്തിന് ഒട്ടും തന്നെ കാണാൻ കഴിയില്ല പുറം ലോകം, അല്ലെ? അത്രയും കഠിനമാണ്. ആ വൃക്ഷങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാല് വൃക്ഷങ്ങളുടെ ആ അവബോധം ഉണ്ട് വൃക്ഷങ്ങൾക്കും. പക്ഷെ അത് ഡെഡ് കോൺഷ്യസ് എന്ന് നമ്മൾ പറയും. അപ്പൊ അതിന് യാതൊരു പ്രസക്തിയും ഇല്ല ആ കോൺഷ്യസില്. അപ്പൊ എന്താണ്, കാരണം ഒന്നും തന്നെ മനസ്സിലാകാത്ത കോൺഷ്യസ് ആണ് ഈ വൃക്ഷങ്ങളിൽ. പക്ഷെ പക്ഷി മൃഗാദികളെ കുറച്ചും കൂടി ബെറ്റർ ആണ്. കാരണം എന്താണ്, ഇപ്പൊ നമ്മുടെ പൊടി മൂടിയ കണ്ണാടിയെ നമുക്ക് തുടയ്ക്കാൻ കുറച്ചൊരു പ്രയത്നം വേണം. പക്ഷെ മനുഷ്യന്മാർക്ക് ഏറ്റവും എളുപ്പമാണ്. എന്താണ് മനുഷ്യന്മാർക്ക്, ആ പുക തീയിനെ എന്ന പോലെ. കാരണം എന്താണ്, പുക എന്നറിയുമ്പോൾ നമുക്ക് തീ കാണില്ല. പക്ഷെ നമ്മളൊന്ന് ഊതി കൊടുക്കുമ്പോ എന്താണ്, പുക മാറിക്കിട്ടും, തീ ആളിക്കത്തും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനോടുള്ള ആ പ്രേമം, ഉറങ്ങിക്കിടക്കുന്ന ആ പ്രേമം, ഭഗവാന്റെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും പ്രേമമുണ്ട്, ഭഗവാന്റെ പ്രതി പ്രേമമുണ്ട്. പക്ഷെ അത് ഉറങ്ങിക്കിടക്കാണ്. അതിനെ ഉണർത്തി കൊടുക്കണമെങ്കിൽ നമുക്ക് ആ പുക മാറ്റണം. അതെങ്ങനെ, ജസ്റ്റ് ഒരു ചെറിയൊരു പ്രയത്നം മതി, ഊതി കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഈ പ്രയത്നം എന്ന് പറയുന്നത് എന്താണ്, ഭഗവാന്റെ സുഹൃതമാണ്. അതായത് ഭഗവാന്റെ കഥ കേൾക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഭക്തജനങ്ങളുടെ സംസർഗം, പിന്നെ എന്താണ് നാമജപം, ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോ എന്താണ്, കഴിഞ്ഞു. നമ്മുടെ ആ ഒരു അവബോധം നമുക്ക് ആ നീങ്ങി കിട്ടും. അതായത് നമ്മളെ കവർ ചെയ്തിരിക്കുന്ന, നമ്മളെ ആവരണം ചെയ്തിരിക്കുന്ന ആ കാമം നീങ്ങി കിട്ടും. അപ്പൊ നമുക്ക് ആ പ്രേമം ശരിയായ രീതിയിൽ നമുക്ക് ഭഗവാനോട് കാണിക്കാൻ പറ്റും. ഗർഭാശയത്താൽ ആവൃതമായിരിക്കുന്ന ഭ്രൂണം നിസ്സഹായ അവസ്ഥയെ കാട്ടുന്നു. അപ്പൊ വൃക്ഷങ്ങൾ നിസ്സഹായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർക്ക് അവബോധമുണ്ട്, കാര്യമില്ല, ഒരു പ്രയോജനവും ഇല്ല. കാരണം എന്താണ്, ഇപ്പൊ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും ഒരു അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്ന ഗർഭസ്ഥ ശിശു. അപ്പൊ ആ രീതിയിലാണ് വൃക്ഷങ്ങളുടെ അവബോധം. അപ്പൊ ജീവിതം വൃക്ഷങ്ങളോട് സമമത്രേ. അപ്പൊ എന്താണ്, അത്തരം ജീവിതം വൃക്ഷങ്ങളോട് ഇതിന് സമമത്രേ. പിന്നെ പൊടി മൂടിയ കണ്ണാടി പക്ഷി മൃഗാദികളെ സൂചിപ്പിക്കുന്നു. പുകയ്ക്കുള്ളിലെ തീ മനുഷ്യനോടും ഉപമിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഓരോ രീതിയിൽ നമ്മളെ കാമം ആവരണം ചെയ്തിരിക്കുകയാണ്. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യ വൈരിണ കാമരൂപേണ കൗന്തേയ ദുഷ്പൂരേണ അനലേന ച. ഇപ്പൊ ഒരിക്കലും പെടുത്താനാവാത്തതും തീ പോലെ എന്താ പറയാ ആളിക്കത്തുന്നതും തന്റെ നിത്യശത്രുവുമായ ഈ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ അവബോധം എങ്ങനെയാണ്, വളരെ വിശുദ്ധമായിട്ടുള്ള അവബോധമാണ്. പക്ഷെ പ്രശ്നം എന്താ ഇവിടെ എന്ന് വെച്ചാല്, നമുക്കൊരിക്കലും തൃപ്തിപ്പെടാനാവാത്ത ആവാത്തതും തീ പോലെ ആളിക്കത്തുന്നതുമായ ഈ നിത്യശത്രു നമ്മുടെ ഉള്ളിൽ ഇത് തീ പോലെ ആളിക്കത്താണ്. എന്താണ്, നമുക്ക് ഈ ആഗ്രഹങ്ങളാണ്, നമ്മുടെ തൃപ്തി വരാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ്, നമുക്ക് ആ ആവരണം ചെയ്തിരിക്കുക കാമം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധമായ ഭഗവാനോടുള്ള ആ പ്രേമം കാമമായിട്ട് ആവരണം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ കാമമായ ആവരണം നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളിലുള്ള പ്രേമം പുറത്തു വരും. ഭഗവാനോടുള്ള ആ പ്രേമം, യഥാർത്ഥമായ പ്രേമം പുറത്തു വരും. ജീവൻ എപ്പോഴും ഭഗവാനോടുള്ള പ്രേമുണ്ട്. പക്ഷെ അത് ആവരണം ചെയ്തിരിക്കുകയാണ്. അത് ആവരണം നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രേമം, യഥാർത്ഥമായ പ്രേമം പുറത്തു വരും.
അപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചാൽ തീ കെടുത്താനാവാത്തതുപോലെ ഇന്ദ്രിയ ഭോഗങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കാമത്തെയും ശമിപ്പിക്കാൻ കഴിയില്ല. ഈ കാമത്തെ ശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ നമുക്ക് കാമം എന്ന് പറഞ്ഞ ആഗ്രഹം, പക്ഷെ നമ്മളിപ്പോ ഓരോ ആഗ്രഹം ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരുന്ന എന്താണ്, അത് തിരമാലകളെ പോലെ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വന്നു കഴിഞ്ഞാൽ അടുത്തത് 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 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് ഒരു എന്താ പറയാ അവസാനം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിപ്പോ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ എണ്ണ ഒഴിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? തീ വീണ്ടും ആളിക്കത്തും. അതേപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള ആ സുഖം നമ്മൾ കൊടുത്തുകൊണ്ട് വരുമ്പോൾ എന്താണ്, ഇന്ദ്രിയങ്ങൾ ഒരിക്കലും തണുക്കില്ല. ഇന്ദ്രിയങ്ങൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയുള്ളൂ. അപ്പൊ അത് വർദ്ധിച്ചു വരും. ആ കാമം എന്താ സംഭവിക്കുന്നത്? വർദ്ധിക്കുകയാണ്. നമ്മൾ അതിനെ ശമിപ്പിക്കുന്നില്ല. കാമത്തെ ശമിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ഭഗവത് ഭക്തിയിലൂടെ മാത്രമേ സാധ്യമുള്ളൂ. 40-ാം ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഇന്ദ്രിയാണി മനോബുദ്ധിർ അസ്യധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അപ്പോ കാമം എവിടെയാണ് ഇരിക്കുന്നത്? അപ്പൊ ഇഹലോകത്തിലെ ശത്രുകാമം അത് എങ്ങനെ ആവരണം ചെയ്തിരിക്കുന്നു? ഇപ്പൊ ഭഗവാൻ പറയുന്നു അത് എവിടെയൊക്കെയായിരിക്കുക? കാമം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഈ 3 സ്ഥലത്താണ് കാമം ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇരിപ്പിടങ്ങളാണ്. അപ്പൊ അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു. അപ്പൊ ജീവസത്തയെ എന്താണ്? ഈ കാമം മോഹിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ ഈ ചിത്രം? ജീവാത്മാവ് സഞ്ചരിക്കുന്നു, ബുദ്ധി തേരാളിയായിട്ടിരിക്കുന്നു. പിന്നെ എന്താണ്? ആ ഒരു കടിഞ്ഞാണ് അല്ലെ, 5 കുതിരകളുടെ കടിഞ്ഞാണ് എന്താണ്? അത് മനസ്സാകുന്നു. 5 ഇന്ദ്രിയങ്ങൾ എന്താണ്? നമ്മുടെ ആ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളായ 5 ഇന്ദ്രിയങ്ങളും. അപ്പൊ ഇതിങ്ങനെയാണ് അപ്പൊ അത് ഈ തേരെന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവിന് ബുദ്ധിമുട്ടാണ്. എങ്ങനെ? ആ ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ മനസ്സ് നിയന്ത്രിതമല്ലെങ്കിൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ തോന്നിയ വഴിക്ക് ഓടും. അപ്പൊ എന്താണ്? നമുക്ക് ഒരിക്കലും ഈ കാമത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതുപോലെയാണ്. എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് മനസ്സ്. അപ്പൊ എന്താണ്? ഏതൊരു ഇന്ദ്രിയം പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു ആക്ഷൻ ചെയ്യണമെങ്കിൽ, ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ്? മനസ്സിൽ ആലോചിക്കുക. ആദ്യം നമ്മൾ അതാണ് കേന്ദ്രം. ഏതാണ്? മനസ്സ്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്താണ്? അത് വിഷയ സുഖാനുഭൂതികളെ കുറിച്ച് അത് ഇന്ദ്രിയ വിഷാനുഭൂതികളുടെ സംഭരണിയായി മാറുകയാണ്. അതായത് സ്റ്റോർ ഹൗസായി മാറും. ഏത്? നമ്മുടെ മനസ്സ്. നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം, ഇന്ദ്രിയ സുഖത്തിന്റെ ഒരു ആഗ്രഹം ചിന്തിക്കുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ആ മൈൻഡ് എന്നുള്ളത്, നമ്മുടെ ആ മനസ്സൊരു സംഭരണിയായി മാറുന്നു. പിന്നീട് ബുദ്ധിയുടെ വിഭാഗവും എന്താ പറയാ കാമപ്രവണതകളുടെ കുത്തരങ്ങാകുന്നു. അപ്പൊ നമുക്ക് അതാ പറയുന്നത്, പിന്നീട് ബുദ്ധി എന്താണ്? കൺട്രോൾ ഇല്ലാണ്ടാകുന്നു. അപ്പോ നമ്മൾ ഫസ്റ്റ് മനസ്സ് വിട്ടുകൊടുത്തു പോയി. പിന്നെന്താണ്? ആ ബുദ്ധി ഒരു തരത്തിലും രക്ഷപ്പെടില്ല. അതായത് ബുദ്ധിയുടെ കയ്യിൽ മനസ്സുണ്ടാവണം, പക്ഷെ നമ്മൾ എന്താണ്? ആ മനസ്സിന് ആദ്യം വിട്ടുകൊടുക്കും. അപ്പൊ എന്താണ്? കടിഞ്ഞാണ് പോയി കഴിഞ്ഞാൽ ബുദ്ധിക്ക് കൺട്രോൾ ഇല്ല, ബുദ്ധി നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ ബുദ്ധി എന്തായി? ബുദ്ധി അതിന്റെ പുറകെ തന്നെ ബുദ്ധിയും പോകും. അപ്പൊ അങ്ങനെ എന്താവും? കാമവിഷ്ടമായ ബുദ്ധി ആത്മാവിനെ മിഥ്യാഹംഭാവം കൊണ്ട് ഭൗതിക പദാർത്ഥത്തോട് സാത്മീഭവിക്കാനും പ്രേരിപ്പിക്കുന്നു. അപ്പോ എന്താ സംഭവിക്കുക? ആ ബുദ്ധി പോയെങ്കിൽ എല്ലാം പോയി. അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കണം. നമ്മൾ ആ ബുദ്ധി പോയി കഴിഞ്ഞാൽ, കാരണം നമ്മൾ ശരീരം കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്, നമ്മൾ മനസ്സും ബുദ്ധി കൊണ്ടാണ്. അപ്പോ ആ മനസ്സും ബുദ്ധി ശരിയല്ലെങ്കിൽ നമുക്ക് എന്താണ്? നമ്മൾ കൺട്രോളിൽ ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ കാമവിഷ്ടമായ ബുദ്ധി എന്ത് ചെയ്യും? ബുദ്ധിയും നശിച്ചു പോകും. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, ബുദ്ധിനാശാത് പ്രണശ്യതി, സർവനാശം സംഭവിക്കും. അപ്പൊ ആ ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ സഞ്ചരിക്കുന്ന ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മിഥ്യ അഹംഭാവം വരും. ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത്, ഞാൻ ഇത് അനുഭവിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഞാൻ സന്തോഷവാനായിരിക്കാൻ പറ്റും, എനിക്ക് ഇത് കിട്ടിയാൽ ഞാൻ സന്തോഷമായിരിക്കും. ഇങ്ങനെയുള്ള മിഥ്യ അഹംഭാവം നമ്മളിൽ കയറിക്കൂടും. അതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഭൗതിക പദാർത്ഥത്തോട് നമ്മൾ അങ്ങനെ ആ ഒരു പ്രേരണയായിട്ട് നമ്മൾ എടുക്കും. ഈ ഭൗതിക പദാർത്ഥത്തിൽ കാണുന്നത് എന്തും നമുക്ക് അങ്ങനെ രീതിയിലുള്ള പ്രേരണയായിട്ട് നമ്മൾ എടുക്കും. അതാ പറയുന്നത്, ബുദ്ധി കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. പക്ഷെ അത് ശരിയായ ബുദ്ധി ആയിരിക്കണം, ധർമാനുസൃതമായിട്ടുള്ള ബുദ്ധി ആയിരിക്കണം. അതിന് നമുക്ക് ജ്ഞാനം തന്നെ ആവശ്യമാണ്. തസ്മാത് സ്വം ഇന്ദ്രിയാണ്യാദൗ യേയമ്യാ ഭരതർഷഭ പാപ്മാനം പ്രജഹീഹേനം ജ്ഞാനവിജ്ഞാന നാശനം. ഇവിടെ എന്താ പറയുന്നത്? അതുകൊണ്ട് ഭരതർഷഭ, അർജുനനെ വിളിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ, അതായത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, പാപമുദ്രയായി ഈ കാമത്തെ മുരടിപ്പിക്കുക, ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക. ഈ കാമം കാരണമാണ്, രജോ ഗുണത്തിൽ ഉണ്ടാകുന്ന ഈ കാമം മൂലമാണ് നമുക്കത് നമ്മുടെ എന്താണ് ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയെയും നമ്മുടെ ജ്ഞാനാർജന വഴിയെയും അത് തടസ്സപ്പെടുത്താണ്, അത് ഇല്ലാതാക്കാണ്. നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുത്തുന്ന എന്താണ്? കാമമാണ്. അപ്പൊ ആ കാമത്തെ നശിപ്പിക്കാൻ പറയാണ് ആര്? ഭഗവാൻ അർജുനനോട്. ആത്മാവിനെയും ആത്മാവല്ലാത്ത
വേറിട്ടതിനെയും വേർതിരിച്ചറിയലാണ് ആത്മാവ്, ശരീരമല്ലെന്ന് ഗ്രഹിക്കലാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ കാണുന്ന ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അപ്പൊ ആത്മാവ് എന്താ, ശരീരം എന്താ, അത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം. അപ്പൊ വിജ്ഞാനം എന്താണ്? വിജ്ഞാനമാകട്ടെ ആത്മാവിനെ കുറിച്ചുള്ള സവിശേഷ ജ്ഞാനം. ഒരു ജ്ഞാനം എന്ന് പറഞ്ഞു അത് വിജ്ഞാനമാണ്. അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള സവിശേഷ ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്. അതാണ് ജീവന്റെ മൂലസ്വരൂപത്തെയും അതിന് പരമാത്മാവുള്ള ആ ബന്ധത്തെയും കുറിച്ചുള്ള അറിവാണിത്. അപ്പൊ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ മൂലസ്വരൂപം. അപ്പൊ ജീവന്റെ മൂലസ്വരൂപം എന്താണ്? ഭഗവാന്റെ സേവകനാണ്, ഭഗവാന്റെ അംശമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ മൂലസ്വരൂപത്തെയും പിന്നെന്താണ്? ആ ഭഗവാനായിട്ടുള്ള ബന്ധം. ഭഗവാൻ യജമാനൻ, നമ്മൾ സേവകൻ, ആ നിത്യദാസൻ, ആ ബന്ധം നമുക്ക് മനസ്സിലാക്കി തരണം. അതാണ് ശരിയായിട്ടുള്ള ജ്ഞാനവിജ്ഞാനം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരീരം എന്താ, ആത്മാവ് എന്താ, ഈ ഭഗവാനായിട്ടുള്ള ബന്ധം എന്താ, ഇതൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ആ സ്വരൂപം ആ രീതിയിൽ മനസ്സിലാക്കണം നമ്മൾ. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. ഇവിടെ ജഡപദാർത്ഥങ്ങളെക്കാൾ ഭാവം പറയുന്നു, കമ്പാരിസൺ കൊടുക്കാണ്. ജഡപദാർത്ഥങ്ങളെക്കാൾ എന്താണ്? ഉത്കൃഷ്ടങ്ങളാണ് കർമ്മ ഇന്ദ്രിയങ്ങൾ. ആ മനസ്സും ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. കാരണം ആത്മാവിന് എന്താണ്? നാശം സംഭവിക്കുന്നില്ല. ഒന്നും ഇപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, ഈ ഡയഗ്രാമിൽ കാണുന്നു. അതാ ശരീരം. ശരീരത്തെക്കാൾ, അതായത് ജഡവസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചം, ഈ കാരണം ഈ ശരീരം എങ്ങനെയാണ്? ജഡവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചത് അല്ലെ, പഞ്ചഭൂതങ്ങൾ കൊണ്ട്. ഉള്ളിലൊരു കവറിങ് ഉണ്ട്. അതെന്താണ്? സൂക്ഷ്മമായ 3 കാര്യങ്ങൾ: മനസ്സ്, ബുദ്ധി, പിന്നെന്താണ്? മിഥ്യാഹംഭാവം. പുറമേ കാണുന്ന ശരീരം എങ്ങനെയാണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചത്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ആത്മാവിരിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തെക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായത് എന്താണ്? ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഇന്ദ്രിയങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായത് എന്താണ്? മനസ്സ്. മനസ്സിനേക്കാൾ എന്താ ശ്രേഷ്ഠം? ബുദ്ധി. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ്? ആത്മാവ്. ഇത് നമ്മൾ ഓർഡർ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറയുന്നു. ആത്മാവ് ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ എന്താണ്? അതിന്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം സ്വാഭാവികമായി എന്താ പറയാ, ഭഗവാനിൽ തന്നെ വ്യാപരിക്കും. അപ്പൊ ആത്മാവ് എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും കൃഷ്ണാവബോധം നമ്മൾ പരിശീലിച്ചെടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ആത്മാവ് ഭഗവാനായിട്ട് നേരിട്ട് സമ്പർക്കം വരികയാണ്. നേരിട്ടുള്ള സമ്പർക്കം. നമ്മൾ പറഞ്ഞില്ലേ, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോ എന്താണ്? നമ്മൾ പറഞ്ഞു, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ നാവിന്മേൽ ഭഗവാന്റെ അന്തരംഗ ശക്തി നൃത്തമാടുകയാണ്. അപ്പൊ എന്താണ്? നമ്മൾ ആ നേരിട്ട് സമ്പർക്കം വരികയാണ് ഭഗവാനായിട്ട്. അപ്പൊ നമ്മൾ മെല്ലെ 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 നമ്മുടെ കർത്തവ്യങ്ങളും ചെയ്യുക, എന്നിട്ട് ഭഗവാന്റെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളും, അതായത് കൃഷ്ണാവബോധവും പരിശീലിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോ എന്താണ്? നമുക്ക് ഭഗവാനായിട്ടുള്ള ഒരു സമ്പർക്കം വരികയാണ്. അങ്ങനെ വരുമ്പോ എന്താണ്? അതിന്റെ നിയന്ത്രണത്തിലുള്ള എത്രയായാലും ആത്മാവ് നമുക്ക് എന്താണ്? ഭഗവാനിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ആത്മാവിന്റെ തലത്തിലാണ് സംഭവിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ ഒരു ആനന്ദം അനുഭവിക്കാൻ കഴിയും. അതീന്ദ്രിയമായിട്ടുള്ള ഒരു ആനന്ദം അനുഭവിക്കാൻ കഴിയും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതിന്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധിയാകട്ടെ, മനസ്സ്. കാരണം ആത്മാവിന്റെ താഴെയാണ് ബുദ്ധി, ബുദ്ധിയുടെ താഴെ മനസ്സ്, മനസ്സിന്റെ താഴെ ഇന്ദ്രിയങ്ങൾ. അപ്പൊ എന്താണ് സംഭവിക്കുക? ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായും ഭഗവാനിൽ തന്നെ വ്യാപരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ക്രമേണ ക്രമേണ കൃഷ്ണാവബോധത്തിൽ നമ്മൾ വരുമ്പോ എന്താണ്? നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ബുദ്ധി എല്ലാം സ്വയം നിയന്ത്രണത്തിൽ വരും. അതാണ് ഇവിടെ പറയുന്നത്. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യ ആത്മാനം ആത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഇവിടെ വീണ്ടും എന്താ പറയുക? ലാസ്റ്റ് ശ്ലോകമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നു, മഹാബാഹോ, ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് ഞാൻ എന്നറിഞ്ഞിട്ട്. അതാണ് ഭഗവാൻ അർജുനോട് പറയാണ്. അതായത് ഭൗതികമായ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കായാലും മനസ്സിനായാലും ബുദ്ധിക്കായാലും അതീതനാണ് ഞാൻ എന്ന് മനസ്സിലാക്കി ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും, അതായത് ആത്മീയ ബുദ്ധി എന്ന് പറയുമ്പോൾ കൃഷ്ണാവബോധം, ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അദമ്യനായ കാമം എന്ന ശത്രുവിനെ കീഴടക്കുക. അപ്പൊ ഈ ശത്രുവിനെ കീഴടക്കിയില്ലെങ്കിൽ, കാരണം നമ്മുടെ ഉള്ളിലുള്ള ശത്രുവാണ് കാമം. കാമം എന്ന് പറയുന്നത് ശത്രുവാണ്. കാരണം നമ്മളത് ഭഗവാനിലേക്ക് അടുക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ ഭഗവാനിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും സമ്മതിക്കാത്ത ഒന്നാണ് കാമം. അതുകൊണ്ടാണ് അത് രജോ ഗുണത്തിന്റെ സമ്പർക്കത്തിൽ വരുന്നതാണ്. നമുക്കത് മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്? നമ്മൾ രജോ ഗുണത്തിലാണ്. അപ്പൊ ആ കാമം ഇല്ലാതായാലേ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ രുചിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ എത്ര കേട്ടാലും, ഭഗവാന്റെ കാര്യങ്ങൾ എന്ത് ചെന്നൈ ചെയ്താലും, എത്ര നാമം ജപിച്ചാലും ഭഗവാനായിട്ട് നമുക്ക് ഒരു ഇഷ്ടം തോന്നില്ല, അടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലെ കാമം. ഈ കാമം ശത്രുവിനെ പോലെയാണ്. അത് നമ്മൾ ഭഗവാനായിട്ട് അടുപ്പിക്കില്ല. അപ്പൊ ഈ കാമം എന്നുള്ള ആവരണം നീങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ പറഞ്ഞു, അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? കൃഷ്ണാവബോധത്തിലാണ്.
അപ്പൊ ആ ആത്മീയ ശക്തിയും കൊണ്ട് നമുക്കൊരു ശക്തി തന്നെ വേണം. ഈ കാമത്തെ അങ്ങോട്ട് വെറുതെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാമത്തെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ, അതുകൊണ്ടാണ് പറയുന്നത് ആത്മീയമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ കൃഷ്ണാവബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അതായത് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നത്, ഭഗവാന്റെ പുസ്തകങ്ങൾ വായിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വന്നാൽ എന്താ സംഭവിക്കുക? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് ഈ ഭൗതികമായിട്ടുള്ള ആ ആഗ്രഹങ്ങളെല്ലാം എന്താണ് നമ്മളിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകും. അപ്പൊ എന്താണ്? ഈ കാമം തനിയെ ഇല്ലാതാകും. ഈ കാമത്തിന്റെ ആവരണം തനിയെ നീക്കപ്പെടും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞേ, ശത്രുവായ കാമത്തെ കീഴടക്കുക. നമ്മളത് കീഴടക്കണമെങ്കിൽ നമുക്ക് പറ്റുമോ? എളുപ്പമല്ല. പക്ഷെ അതിന് നമുക്ക് അന്ധകരണ ശുദ്ധി വേണം. അതാണ് ആത്മശുദ്ധി വരണം. നമുക്ക് ആത്മശുദ്ധി വരുന്നത് എങ്ങനെയാ? ഭക്തന്മാരുടെ സംഘം വേണം, ഭഗവാന്റെ കാര്യങ്ങൾ അറിയണം. അല്ലാതെ ഇത് സംഭവിക്കുന്ന ഒന്നല്ല. നമുക്ക് അങ്ങനെ വിചാരിച്ച കാമത്തെ നിഗ്രഹിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ സ്വന്തം ചുമതലകളെയോ പ്രവൃത്തികളെയോ പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ക്രമേണ കൃഷ്ണാവബോധം വളർത്തിയെടുക്കുന്നത് കൊണ്ട് ഉറച്ച ബുദ്ധിയെ തന്റെ വിശുദ്ധമായ ആത്മസത്യത്തിലേക്ക് തിരിക്കാൻ പറ്റും. ഇപ്പൊ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടു, ഭഗവത്ഗീത കേട്ടു, ഞാൻ ഭഗവാന്റെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് എന്താണ് നമ്മുടെ ചുമതലകളുണ്ട് അല്ലെ? ഞാനൊരു ഗൃഹസ്ഥാശ്രമത്തിലാണ്, ഞാനൊരു ബ്രഹ്മചര്യാശ്രമം, അല്ലെ ഏതൊരു ആശ്രമത്തിലായിക്കോട്ടെ, നമ്മൾ ഏത് വർണ്ണത്തിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കടമകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ്? കൃഷ്ണാവബോധവും പരിശീലിപ്പിക്കുക. നമ്മുടെ മനസ്സെന്താണ്? അപ്പൊ സ്വമേധയ ഈ ഉറച്ച ബുദ്ധിയെ തന്റെ വിശുദ്ധമായ ആത്മസത്യത്തിലേക്ക് തിരിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വിചാരിച്ചുകൊണ്ടൊന്നും നമുക്ക് നന്നാകാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവത്തെ നമുക്ക് നേരിടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്വഭാവം ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നു, സംസ്കാരങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കതിനെ സംസ്കാരങ്ങൾ ഇല്ലാണ്ടാക്കാൻ ഒറ്റയടിക്ക് നമുക്ക് പറ്റില്ല. പക്ഷെ ആ സംസ്കാരങ്ങൾ പഴയ ജന്മത്തിന്റെ ആയിക്കോട്ടെ, എല്ലാ സംസ്കാരങ്ങളും ഇല്ലാണ്ടാക്കണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഭക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കടമകളും നിർവഹിക്കണം. ഞാൻ ഭക്തിയിൽ വന്നു എന്നും പറഞ്ഞ് എനിക്ക് ഒരു കടമയും ഇല്ല എന്നല്ല, അതും ചെയ്തുകൊണ്ട് ഇതും ചെയ്യണം. അങ്ങനെയാണ്. അങ്ങനെ ക്രമേണ എന്താവും? വിശുദ്ധമായ ആത്മസത്തയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കാൻ പറ്റും, നമ്മുടെ ബുദ്ധിയെ തിരിക്കാൻ പറ്റും. അപ്പൊ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വശപ്പെടാതെ ഭൗതികമായൊരു അവസ്ഥയിലെത്താം. അപ്പൊ എന്താണ്? ഇന്ദ്രിയങ്ങൾക്കും ഈ മനസ്സിനും നമ്മൾ കീഴടങ്ങാതെ നമുക്ക് എന്താണ്? അപ്പൊ അതീന്ദ്രിയമായ, അഭൗതികം എന്ന് പറഞ്ഞ അതീന്ദ്രിയമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതാണ് ഈ അധ്യായത്തിന്റെ രത്നചുരുക്കം. അപ്പൊ കർമ്മയോഗം ഭഗവാൻ പഠിപ്പിച്ചു തരാണ്. എങ്ങനെ കർമ്മം ചെയ്യണം, ആ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. കാമത്തെ എങ്ങനെ നിഗ്രഹിക്കണം, കാമം നമ്മുടെ ശത്രുവാണ്, അത് ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കില്ല. ഇതൊക്കെയാണ് ഈ കർമ്മയോഗത്തിലെ മെയിൻ കാര്യങ്ങൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ വൃന്ദ की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. हरे कृष्ण. മാതാജി മന്ദൻ എന്ന് പറയുന്നത് എന്തിനാണ്? മന്ദബുദ്ധിയാ മാതാജി, ബുദ്ധി ഇല്ലായ്മ. അതായത് നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ എത്ര കേട്ട